യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിന്മീതെ ഞാൻ ഓടും. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൻ മീതെ ഞാൻ ഓടും. താഴാതവൻ കരം താങ്ങും, ചെരുകിലവൻ പാദം ചേരും. താഴാതവൻ കരം താങ്ങും, ചെരുകിൽ അവൻ പാദ ചേരും. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിൽ മീതെ ഞാൻ ഓടും. താഴാതവൻ കരം താങ്ങും, ചെരുകിൽ അവൻ പാദം ചേരും. ഹല്ലേലൂയ. എൻ്റെ യേശു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് ചില വിടുതലുകൾ ചെയ്യുവാൻ ആ നസ്രയനാകുന്ന യേശു ഇന്ന് ഈ ആരാധനാലയത്തിനകത്ത് വന്നിട്ടുണ്ട്. പ്രതികൂലത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും നടുവിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇതിനകത്ത് വന്നത്. പ്രശ്നത്തിൻ്റെ നടുവിലായിരിക്കാം, പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം, കണ്ണുനീരിൻ്റെ നടുവിലായിരിക്കാം. കർത്താവ്, ഞാൻ എന്ത് ചെയ്യാം? പ്രതികൂലത്തോടെ പ്രശ്നത്തോടായിരിക്കാം ഇതിനകത്ത് വന്നിരിക്കുന്നതെങ്കിലും ധൈര്യത്തോടെ പറ, ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ അരുമനാഥൻ എന്നെ ചിലത് എനിക്ക് തന്നിട്ടേ വിടൂ. പ്രതികൂലത്തോടും പ്രശ്നത്തോടും എന്തെല്ലാം പരിഹാസത്തോടാണ് വന്നാലും നീ ഇന്ന് പാട്ടുകൾ പാടിപ്പോയി ക്രൂസിൻ്റെ ജയക്കൊടി എന്ത് ഇവിടുന്ന് പോകാൻ പോകയാ. പ്രതികൂലമെനിക്കെന്നും വരട്ടെ ലോകം, എന്നാലും പരിഹസിച്ചിടട്ടെ. പാട്ടുകൾ പാടി ഞാൻ പോകും, ക്രൂശിൻ്റെ ജയക്കൊടി ഏന്തി. ആരൊക്കെ പറയാ? പാട്ടുകൾ പാടി പാടി ഞാൻ പോകും. ആ ക്രൂശിൻ്റെ ജയക്കൊടിയുമായി, ആ ജയത്തിൻ്റെ കൊടിയുമായി, വിടുതലിൻ്റെ കൊടിയുമായി, അഭിഷേകത്തിൻ്റെ ശക്തിയുമായി. ഇനി ഞാൻ വന്നതുപോലെയല്ല പോകുന്നത്. നീ വന്നത് വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കാം, പക്ഷെ തിരിച്ചു പോകുന്നത് നീ പ്രാർത്ഥിച്ചുകൊണ്ട് വന്ന ആ കാര്യം ആയിരിക്കത്തില്ല. ചിലപ്പോൾ അതായിരിക്കാം, ചിലപ്പോൾ അതായിരിക്കത്തില്ല. ചിലപ്പോൾ ദൈവം നിന്റെ മേൽ ചിലതിനെ തന്നയക്കാൻ പോകുകയാ. നീ പ്രതീക്ഷിക്കാത്ത, നീ ഇതുവരെ ചിന്തിക്കാത്ത, നീ ഇതുവരെ വിചാരിക്കാത്ത, നീ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒന്ന്. ഓ മേൻ, യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ, എൻ്റെ ഈ പേരിനെ മാറ്റിയിട്ടല്ലാതെ, എൻ്റെ കപടത്തനത്തെ പൊട്ടിച്ചിട്ടല്ലാതെ, എൻ്റെ അശുദ്ധിയെ ചാരമാക്കിയിട്ടല്ലാതെ കർത്താവെ അങ്ങേ ഞാൻ വിടത്തില്ല. അങ്ങ് ഞാൻ വിടണമെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ തൊടണം. അങ്ങ് ഞാൻ വിടണമെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ കരം എന്നെ തൊടണം. കർത്താവിൻ്റെ ശക്തി എൻ്റെ മേൽ പകരണം. എൻ്റെ അശുദ്ധ വാക്കുകൾ, ചിന്തകൾ തകരണം. ഞാൻ യാബോക്കിൽ വന്നത്, ഞാൻ അപ്പൻ ഇറങ്ങി വരുന്ന ആലയത്തിനകത്ത് വന്നത് എൻ്റെ അപ്പൻ്റെ കരസ്പർശനത്തിനാണ്. ഇന്ന് ആ കരം മാത്രമല്ല, എൻ്റെ അപ്പനെ കൊണ്ടേ ഞാൻ വീട്ടിൽ പോകൂ. ആർക്കെ പറയാം? എൻ്റെ അപ്പനെ കൊണ്ടേ, എൻ്റെ അപ്പനെ കൊണ്ട് എൻ്റെ വീട്ടിനകത്ത് ഇടയും മുറയും കർത്താവെ താമസിക്കാൻ പറ്റാതെ വണ്ണം ശത്രു ഒതുക്കി വച്ചിരിക്കുമ്പോൾ എൻ്റെ വീട്ടിനകത്ത് യേശു വന്നാൽ ആ മണ്ഡലങ്ങൾ കത്തും. എൻ്റെ കുടുംബത്തിനകത്ത് രക്ഷിക്കപ്പെടും. എൻ്റെ അപ്പൻ വന്നാൽ മാറ്റം വരും. 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 ഓ ഓ ഓ പറഞ്ഞ എൻ്റെ അപ്പൻ വന്നാൽ മാറ്റം വരും. എൻ്റെ അപ്പനെ കൊണ്ട് ഞാൻ പോകൂ, എൻ്റെ അപ്പച്ചനെ കൊണ്ടേ പോകൂ. എന്നെ അനുഗ്രഹിച്ചല്ലാതെ പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ, എൻ്റെ കെട്ടുകളെ പൊട്ടിച്ചിട്ടല്ലാതെ, ഈ പിശാചിന്റെ ബന്ധനങ്ങൾ അഴിച്ചിട്ടല്ലാതെ എൻ്റെ ഭവനത്തിനകത്തൊരു സമാധാനം ഇല്ലപ്പാ. ആ ഭവനത്തിനകത്തുള്ള പിശാചിന്റെ മണ്ഡലങ്ങളെ അഴിച്ചിട്ടല്ലാതെ
പറ, എനിക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവവചനം ധ്യാനിക്കാൻ പറ്റുന്നില്ല, വചനം എടുക്കുമ്പോൾ എനിക്ക് ഉറക്കമാണ്, ഇപ്പൊ വചനം കേൾക്കാൻ ദാഹമില്ല, ആ ദാഹമെല്ലാം പോയി. എന്നാൽ ഇന്ന് 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 പകൽക്കാലം എന്നെ തൊടണമേ, പറഞ്ഞു എന്നെ തൊടണമേ, എൻ്റെ മേൽ ശക്തിയെ പകരണമേ, എൻ്റെ മേൽ കൃപയെ പകരണമേ, എൻ്റെ മേൽ ആത്മാവിനെ പകരണമേ, എൻ്റെ മേൽ അഭിഷേകത്തെ പകരണമേ, എൻ്റെ മേൽ വരങ്ങളെ പകരണമേ, എൻ്റെ മേൽ ഫലങ്ങളെ പകരണമേ, എൻ്റെ മേൽ ജീവനെ പകരണമേ. ഹല്ലേലൂയ. ഓരോരുത്തർ പറഞ്ഞു, യേശുവേ എൻ്റെ മേൽ അഭിഷേകത്തെ, എൻ്റെ മേൽ ശക്തിയെ, എൻ്റെ മേൽ ജീവനെ, എൻ്റെ മേൽ ആത്മാവിനെ പകരണമേ. ഹല്ലേലൂയ. ഇന്ന് വന്നതുപോലെയല്ല തിരിച്ചു പോകേണ്ടത്, ശക്തി പ്രാപിച്ചു വേണം പോകാൻ. എന്ത് പ്രാപിച്ചു പോകും? ശക്തി പ്രാപിച്ച്. എന്ത് പ്രാപിച്ചു പോകും? ബലം പ്രാപിച്ച്. ഇന്ന് വന്നത് നിങ്ങൾ പള്ളിയിലല്ലേ വന്നേ? പള്ളിയിലാണ് വന്നേ അല്ലേ? പക്ഷെ എൻ്റെ ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓ ഹോ ഹോ, നീ വന്നത് ചിലപ്പോൾ ചില വിഷയങ്ങളായിരിക്കും നീ ഉപവസിക്കുന്നത്, പക്ഷേ എൻ്റെ ദൈവം നിന്റെ അടുത്ത് നിന്ന് ഇറങ്ങി വരുന്നത് നീ ഉപവസിച്ച വിഷയത്തിനായിരിക്കത്തില്ല, മറ്റൊരു വിഷയത്തിന്. ഓ ഹോ, മറ്റൊരു വിഷയം. നീ വന്നത് ചില നഷ്ടങ്ങളുടെ നടുവിൽ ഇറങ്ങി കർത്താവ് പ്രവർത്തിക്കാൻ വേണ്ടിയായിരിക്കും വന്നത്, പക്ഷേ എൻ്റെ ദൈവം ഇന്ന് നിന്റെ അടുത്ത് വരുന്നത് അതിനു വേണ്ടി ആയിരിക്കത്തില്ല, മറ്റൊരു വിടുതൽ തരാൻ. എൻ്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരുത്തൻ ഒരാവശ്യമായി നടന്നു പോവുകയാണ്. പോകുമ്പോൾ സ്തോത്രം മറ്റൊന്ന് നേടി അവൻ തിരിച്ചു വരികയാണ്. ഒരാവശ്യത്തിന് വേണ്ടിയാണ് അവൻ്റെ അപ്പൻ അവനെ പറഞ്ഞയക്കുന്നത്, പക്ഷേ അവൻ തിരിച്ചു വന്നത് അവൻ പ്രതീക്ഷിച്ച ആവശ്യം നേടിയിട്ടല്ല, അവൻ പ്രതീക്ഷിക്കാത്ത ഒന്ന് നേടി അപ്പൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഇന്ന് ഇതിനകത്ത് നീ വന്നത് വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കാം. നീ അത് ചിലപ്പോൾ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കിട്ടിയെന്ന് വരത്തില്ല, ചിലപ്പം കിട്ടിയെന്ന് വരും. എന്നാൽ തിരിച്ചു പോകുമ്പോൾ മറ്റൊന്ന് കൊണ്ടേ പോകൂ. ഹല്ലേലൂയ. മറ്റൊന്ന് കൊണ്ടേ പോകൂ. പതറിപ്പോകല്ലേ, തളർന്നു പോകല്ലേ, ശക്തിയോടെ മുന്നോട്ട് പോകണം, ശക്തിയോടെ വേണം മുന്നോട്ട് പോകണം. ആദ്യത്തെ ഭാഗം നമ്മൾ ആരാധിച്ച ശക്തിയൊക്കെ പ്രാപിക്കും, പക്ഷെ അടുത്ത ഭാഗം വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കർത്താവ് തരുകയാണെങ്കിൽ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആരും ഉറങ്ങിപ്പോകല്ലേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. നോക്കിക്കേ, 1 ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, വായിച്ചേ. 1 ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ. ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്നു പേരുള്ള ഒരു ധനികനുണ്ടായിരുന്നു. അവൻ ബെന്യാമീനായ അബീഹിന്റെ മകനായ ബെഗൂറത്തിന്റെ മകനായ സെറൂറിന്റെ മകനായ അബീയേലിന്റെ മകൻ ആയിരുന്നു. അവൻ ശൗൽ എന്ന പേരോടെ യൗവനനും കോമളത്വമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷനില്ലായിരുന്നു. അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമേറിയവൻ ആയിരുന്നു. ശൗലിന്റെ അപ്പനായ കീഷിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കണ്ടോ, കാണാതെ പോയ കഴുതയ്ക്ക് പറഞ്ഞു വിടുകയാ. സ്തോത്രം. പോയത് കഴുത നോക്കി, പക്ഷെ കഴുതയെ കണ്ടുകിട്ടില്ല. സ്തോത്രം. പ്രവാചകൻ പറഞ്ഞു കഴുത കിട്ടിയെന്ന്, പക്ഷെ ഇവൻ ഉദ്ദേശിച്ച കഴുതയല്ല കിട്ടിയത്. ഇതിനകത്ത് നീ ഉദ്ദേശിച്ച് വന്നത് കിട്ടിയില്ലെങ്കിലും അത് കിട്ടാൻ വൈകിയാലും അത് ആ വിശേഷപ്പെടുന്ന എല്ലാ പാത്രങ്ങളിലും പകരാൻ പറ്റത്തില്ല. അപ്പ ആണ്ടവരെ എന്ന് വിളിക്കുന്ന എല്ലാ പാത്രങ്ങളിലും അത് പകരത്തില്ല. എന്നാൽ അത് ക്രിസ്തു കണ്ട പാത്രത്തിൽ, ക്രിസ്തു യേശു കണ്ട പാത്രത്തിൽ ഇന്നത് പകരും നിന്റെ അകത്ത്. ഇന്ന് ദൈവത്തിന് സ്തോത്രം. ഇവന്റെ അപ്പൻ ഇവനെ അടുത്ത് വിളിച്ചു. അടുത്തവര് വായിച്ചേ. ശൗലിന്റെ അപ്പനായ കീഷിന്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീഷ് തന്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ട് ചെന്ന് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അവൻ എഫ്രൈം മലനാട്ടിലും. കണ്ടോ, കഴുതകൾ അന്വേഷിക്കാൻ അപ്പൻ പറഞ്ഞ് വിട്ടു. പോവുകയാണ്, രണ്ടുപേരായിട്ട് പോവുകയാണ്. എഫ്രൈം മലനാട്ടിൽ എഫ്രൈം മലനാട്ടില് ശാലീഷ ദേശത്തു കൂടി സഞ്ചരിച്ചു. അവയെ കണ്ടില്ല. എല്ലായിടും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, കണ്ടില്ല. അവർ ഷാലിം ദേശത്തു കൂടി സഞ്ചരിച്ചു, അവിടെയും ഇല്ലായിരുന്നു. അവിടെയും ഇല്ല, എല്ലായിടത്തൂടെ പോവുകയാണ്. എന്തിനാണ് പോയത്? അപ്പൻ എന്താ നഷ്ടപ്പെട്ടത്? കഴുതകളല്ലേ. അപ്പൊ കഴുതയെ കാണാനില്ലാത്തോണ്ട് പറഞ്ഞയച്ചതാ. അടുത്ത വരി. അവൻ ബെന്യാമിൻ ദേശത്തു കൂടിയും സഞ്ചരിച്ചു. കഴുതകളെ കാണാനില്ലാത്തോണ്ട് ഒന്നിലധികം കഴുതകൾ കാണുമായിരിക്കും അല്ലേ? കഴുതകൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത വരി. ബെന്യാമിൻ ദേശത്തും കൂടിയും സഞ്ചരിച്ചു, എങ്കിലും കണ്ടുകിട്ടിയില്ല. സൂക്ക് ദേശത്ത് എത്തിയപ്പോൾ ശൗൽ കൂടെയുള്ള ഭൃത്യനോട്, വരിക, നമുക്ക് മടങ്ങിപ്പോകാം. തളർന്നു അല്ലേ? നോക്കി പ്രാർത്ഥിച്ച് ചില വിഷയത്തിന് തളർന്നു. എന്നാൽ ഇന്ന് നീ ചിന്തിക്കാത്ത, നീ പ്രാർത്ഥിക്കാത്ത, നീ പറയാത്ത, എൻ്റെ പ്രാണപ്രിയന് ഇഷ്ടമുള്ള ഒന്നിനെ നിന്റെ അകത്ത് സന്തോഷത്തോടെ കൈമാറാൻ കഴിവുള്ള ഒരു ദൈവം
ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. നീ വന്നത് നീ ചില വിഷയത്തോടായിരിക്കാം, നീ വന്നത് നീ ചില ഭാരത്തോടായിരിക്കാം, നീ വന്നത് ചില ദുഃഖത്തോടായിരിക്കാം. എന്നാൽ നീ തിരിച്ച് ഇന്ന് പ്രാപിച്ചു പോകുന്നത് അതല്ല നീ പ്രതീക്ഷിക്കാത്തത്, നീ ചിന്തിക്കാത്തത്, നീ ഇതുവരെ ആലോചിക്കാത്ത ഒന്ന് നിന്റെ മേൽ സ്വർഗം കൈമാറാൻ പോകുകയാ. കോട്ടകളെ ഉടയ്ക്കുന്ന ഒന്ന്, ഇരുട്ടിന്റെ പദ്ധതികളെ ഉടയ്ക്കുന്ന ഒന്ന്, അന്ധകാര ശക്തികളെ തച്ചുടയ്ക്കുന്ന ഒന്ന്, ശത്രുവിന്റെ കോട്ടകളെ കീഴ്മേൽ മറിക്കുന്ന ഒന്ന്, പിശാചിന്റെ പോരുകളെ തച്ചുടയ്ക്കുന്ന ഒന്ന്, പാപത്തെ ജയിക്കുന്ന ഒന്ന്, ക്രിസ്തുവിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒന്ന്, ആ ജ്ഞാനത്തിന്റെ ആത്മാവ്, ആ പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോ ഭക്തിയുടെ ആത്മാവ്, വിശുദ്ധിയോടെ ജീവിക്കുന്ന ആത്മാവ്, ആ വിശുദ്ധന്റെ ആത്മാവ്. ഓ ഹല്ലേലൂയ. ഗദര ദേശത്തിറങ്ങിയ എൻ്റെ ദൈവത്തിന്റെ ശക്തി 6000 തകർത്ത ദൈവത്തിന്റെ ശക്തി. ഓ, അവനെ ഒതുക്കി, മലകളിൽ ഓടിച്ച്, സ്വസ്ഥത നഷ്ടപ്പെടുത്തി, സുബോധത്തെ കെടുത്തി, സമനിലയെ തെറ്റിച്ച്, എല്ലാവരെയും ഉപദ്രവിച്ച്, ഒരു വിരോധമുള്ളവനായി, ഒരു പാവിയായി, ഒരു വിവസ്ത്രനായി ജീവിച്ചവനെ, ഓ, കെട്ടിയിരുന്ന കെട്ടിനെ അഴിക്കുന്ന ഒരു ശക്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് നീ പള്ളിക്കകത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിനക്ക് ആഗ്രഹമുണ്ട് യേശുവിനോട് കൂടെ എന്നേക്കും ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓ, 1 തെസ്സലോനിക്കർ 4:17 അവസാനം വായിക്കുന്നത് പോലെ, പിന്നെ അവർ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കും. യേശുവിനോട് കൂടെ എപ്പോഴും ഇരിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എവിടൊക്കെ നീ ചിന്തിക്കുന്നു, പറ്റുന്നില്ലപ്പാ, പറ്റുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം നീ ആഗ്രഹിച്ചത് വന്നത് ഒന്നായിരിക്കും. പക്ഷെ നീ തിരിച്ചു പോകുമ്പോൾ നീ പ്രാപിച്ചുകൊണ്ട് പോകുന്നത് മറ്റൊന്ന്, അതിവിശേഷപ്പെട്ടതായിരിക്കും. അത് ഈ ലോകത്തിലുള്ള മനുഷ്യന് കൈമാറാൻ പറ്റാത്തതായിരിക്കും. അത് ഈ ലോകത്തിൽ പണം കൊടുത്ത് നേടാൻ പറ്റാത്തത്, ആർക്കും തരാൻ പറ്റാത്തത്. അതെ, നിന്റെ മുഴുവൻ നിയന്ത്രണം ആത്മാവ് നിയന്ത്രിക്കുന്ന നിലവാരത്തിൽ, നിനക്ക് നിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത നിലവാരത്തിൽ പരിശുദ്ധ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുന്ന നിലവാരത്തിലുള്ള അഭിഷേകം. അതെ, പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്, പ്രതിസന്ധി ഉണ്ട്. ഓ, പ്രതികൂലത്തിന് നടുവിലൂടെ നീ പോകുന്നത്, പ്രശ്നത്തിന് നടുവിലൂടെ നീ പോകുന്നത്. അതെ. ഓ, ജീസസ്. പ്രതികൂലത്തിന് നടുവിലൂടെ നീ പോകുന്നത്. അതെ. പ്രതികൂലത്തെ ജയിക്കുന്ന, പ്രശ്നത്തെ ജയിക്കുന്ന, പ്രതികൂലങ്ങളെ കാണാതെ ഓടാൻ കർത്താവ്, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ. ദുരിതം നിറയും മരുവിലെ വാസത്തിൽ എനിക്കൊരു തുണ നീയേ എൻ പ്രിയനേ, എനിക്കൊരു തുണ നീയേ, എനിക്കൊരു തുണ യേശുവേ, എനിക്കൊരു തുണ യേശുവേ, എനിക്കൊരു തുണ യേശുവേ, എനിക്കൊരു തുണ യേശുവേ. ഹല്ലേലൂയ. ഇന്ന് നിന്റെ കൂടെ തുണയായിട്ട് രാവും പകൽ ഒരുപോലെ നിന്റെ കൂടെ ഇരിക്കാൻ നീ വന്നത് ചില വിഷയത്തോടായിരിക്കാം. എന്നാൽ നീ തിരികെ പോകുന്നത് 24 മണിക്കൂറും നിന്നെ വിട്ടുമാറാത്ത ഒരു തുണയായി. നീ പ്രതീക്ഷിക്കാത്ത ഒരുവൻ. നീ വന്നത് വേദനയോടെ, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം മറന്നിട്ടാ നീ ഓടി വന്നത്. പക്ഷെ മറന്നിട്ട് ഓടി വന്ന് നിന്നെ മറക്കാത്ത ഒരപ്പൻ, മറന്നിട്ട് ഓടി വന്നേ. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, പ്രതിസന്ധി ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. ആരോട് പറയാൻ, ആരോട് കേൾപ്പിക്കാൻ, ആര് പറഞ്ഞാലും അംഗീകരിക്കത്തില്ല. പക്ഷെ ഒരുപാട് വിഷയമുണ്ട്, ആർക്ക് പറഞ്ഞാലും അത് മനസ്സിലാകയില്ല. ആ വേദന നീ ചില രാത്രികളിൽ, ചില പകലുകളിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിന്റെ ആദിയെ മാറ്റിയിട്ട്
നിന്റെ സമാധാനമായവൻ, ഓ ഓ ഓ നിന്റെ സമാധാനമായ ക്രിസ്തു നിന്റെ കൂടെ ഇന്ന് വരാൻ പോയ. ഇന്ന് നീ വന്നത് ദുഃഖം നിറഞ്ഞ ഹൃദയത്തോടെയാണ്. ഓ ഓ ഓ ജീസസ് ജീസസ് ജീസസ്. ഓ ഇന്ന് നീ ഓ അതെ അതെ, ഇന്ന് നീ കണ്ണീരോടെ വന്നേ, വേദനയോടെ വന്നേ. ഓ ഓ ആമേൻ ആമേൻ. ഓ ദുഃഖത്തോടെ വന്ന നിന്റെ ദുഃഖത്തെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ആശ്രയിപ്പാൻ, ആശ്വസിപ്പാൻ, ചാരാൻ, മരുഭൂമിയിലും ചാരാൻ കഴിവുള്ള ഒരു കർത്താവ്. മണവാളൻ നമ്മുടെ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. നീ പതറല്ലേ, ധൈര്യത്തോടെ ഇരിക്കണം. അപ്പം നോക്കി കഴുതകളെ കാണാനില്ല. മകനെ വിളിച്ചു. അവൻ നല്ല മിടുക്കനാണ്, നല്ല പൊക്കമുള്ള മോനാണ്, നല്ല കോമള രൂപിയാണ്. അപ്പൻ സ്വത്രം വിളിച്ചിട്ട്, സ്വത്രം ധനവനായ അപ്പൻ ധനാട്യനായ മകനാണ്. ധനവാനായ അപ്പൻ്റെ മകനും ധനാട്യനാണ്. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കഴുതകളെ കാണാനില്ല, നീ എന്ത് ചെയ്യണം? തേടി പോകണം. അങ്ങനെ അപ്പൻ പറഞ്ഞയച്ചു. എന്നാൽ അവൻ തേടി 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 കുറേ ദൂരം പോയി. സ്വത്രം അവയെ കണ്ടില്ല. ശാലിൻ ദേശത്തൂടെ സഞ്ചരിച്ചു, അവിടെയും ഇല്ല. അവൻ ബെന്യാമിൻ ദേശത്തൂടെ സഞ്ചരിച്ചു, എങ്കിലും കണ്ടു കിട്ടിയില്ല. സൂഫ് ദേശത്തെത്തിയപ്പോൾ ശൗൽ കൂടെയുള്ള ഭൃത്യനോട് വരിക. അതുവരെ എത്തി. സ്വത്രം. ഇതിനകത്തും വർഷക്കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കാം. പക്ഷെ ഞാൻ പറയാം, നീ പ്രാർത്ഥിക്കാത്ത ഒന്ന് ഇന്ന് പകൽക്കാലം ദൈവം നിനക്ക് തരാൻ പോകുക. നീ ചിന്തിച്ചില്ല, നീ വിചാരിച്ചില്ല, നീ കരുതിയില്ല, നീ വിചാരിച്ചല്ല ഇവിടെ വന്നേ, അത് വിചാരിച്ചല്ല വന്നേ. നീ പ്രതീക്ഷിച്ചതും പ്രാർത്ഥിച്ചതൊക്കെ വേറെയാ. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി കരുതുന്നത് മറ്റൊന്നാ. ഇവൻ പോയത് കഴുതെ തേടിയാ. അവിടെ ചെന്നു, കണ്ടു കിട്ടിയില്ല. അവൻ പറഞ്ഞു, കൂടെ വന്നവനോട് പറഞ്ഞു, വായിച്ചേ, വരിക, നമുക്ക് മടങ്ങിപ്പോകാം. വരിക, നമുക്ക് എന്ത് ചെയ്യാം? മടങ്ങിപ്പോകാം. അല്ലെങ്കിൽ അപ്പൻ കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് ഭൃത്യനോട് പറയുകയാണ്, ഭൃത്യനെ വരിക, നമുക്ക് പോകാം. നീ എന്നെ ഇനിയിപ്പോൾ കണ്ടില്ലെങ്കിൽ കഴുതയോടുള്ള ചിന്ത എൻ്റെ അപ്പന് വിടും. പിന്നെ ആരോടുള്ള ചിന്തയാകും? എന്നോടുള്ള ചിന്ത ആകും. എത്ര കറക്റ്റാ? നമ്മളെ മക്കളെ കണ്ടില്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കത്തില്ല. പോയത് പോട്ടെ, വാന്ന് പറയും, ഇല്ലേ? സ്തോത്രം. അടുത്ത വരി വായിച്ചേ. കഴുതകളെ കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെ കുറിച്ച് വിഷാദിക്കും എന്ന് പറഞ്ഞു. അതിന് ഈ ഭൃത്യൻ മിടുക്കനാ. ഭൃത്യൻ ദൈവമായിട്ട് ബന്ധമുള്ളവനാ. ദൈവത്തിന് സ്തോത്രം. ഭൃത്യൻ മിടുക്കനാ. ഭൃത്യൻ അതിന് അവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്. ആ ഭൃത്യനുണ്ടല്ലോ, ആ പട്ടണത്തിൽ ഉള്ള ദൈവപുരുഷൻ ഉണ്ടെന്നുള്ള വിവരം അറിയാം. നിങ്ങൾക്ക് മനസ്സിലായോ? സ്തോത്രം. അനേക ഭൃത്യന്മാർക്ക് ഇത് അറിഞ്ഞൂടാ, തെറ്റിപ്പോകും. എന്നാൽ ശൗലിന് ഇത് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഭൃത്യൻ, കൂടെ പോയ ഭൃത്യൻ അറിയാമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ചില ഭൃത്യന്മാർക്ക് അറിയത്തില്ല, ചിലതല്ല, ഒരുപാട് ഭൃത്യന്മാർക്ക് അറിയത്തില്ല. രണ്ടുപേരും വീഴുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരുത്തൻ അറിഞ്ഞുകൂടെങ്കിലും മറ്റവൻ അറിയാം. എന്തെന്നറിയാം? ഒരു ദൈവ പുരുഷനുണ്ട്. ഒന്നുകൂടെ വായിച്ച വരി. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം. കണ്ടോ? പറയുന്നെല്ലാം ഒത്തുവരുന്ന ഒരാള് ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പറയുന്നതെല്ലാം അതുപോലെ നടക്കുന്ന കർത്താവ്. പറയുന്നതെല്ലാം ജീവിതം തന്നെ സംസാരം, സംസാരം തന്നെ ജീവിതം. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയേറിയ എൻ്റെ ദൈവം. വാക്ക് പോലെ തന്നെ ജീവിതം, ജീവിതം പോലെ തന്നെ വാക്ക്. രാത്രികളും പകലുകളും ഒന്നും ഒളിക്കാനില്ല. ഇന്ന് ഇതിനകത്ത് അത്തരത്തിലൊരു അഭിഷേകം പറഞ്ഞാണ്. ഏത്? ഇതുപോലെ യേശുവിൽ വ്യാപരിച്ച ഒരു ദൈവശക്തി, യേശുവിന്റെ മേലെ ഇറങ്ങി നിന്ന ആ ദൈവത്തിന്റെ ശക്തി ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിരിക്കുന്ന ആബാലവൃത്ത മക്കളുടെ മേലും അതേ ശക്തി. ഏത് ശക്തി? രഹസ്യങ്ങളില്ലാത്ത എല്ലാം ക്രിസ്തുവിന്റെ. ഹല്ലേലൂയ. ക്രിസ്തു എങ്ങനെയായിരുന്നു? കർത്താവിന് ഒരു അറിയുമില്ലായിരുന്നു. കർത്താവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? അത് ഇന്ന് നിറഞ്ഞൊഴുകയാണ്. മാന്യത ഉണ്ട്. മാന്യത നമുക്കുണ്ടോ? ഇതിനകത്ത് ശക്തി പ്രാപിച്ചിട്ട് പോകാവൂ, കൃപ പ്രാപിച്ചിട്ട് പോകാവൂ. നമ്മൾ ദേശത്ത് വരും പറയണം, മാന്യതയുള്ള ഒരാളുണ്ട് ഇവിടെ.
ശൗല് പറഞ്ഞിട്ടല്ല, ശൗല് പറഞ്ഞിട്ടോ ആ പ്രവാചകൻ പറഞ്ഞിട്ടോ മറ്റാരും പറഞ്ഞിട്ടോ അല്ല ഭൃത്യൻ പറഞ്ഞത്. പിന്നെയോ ഭൃത്യനല്ലാതെ പറയുകയാണ് മാന്യനായ ഒരുവൻ ഇവിടെ ഉണ്ട്. ഇനി മാന്യൻ മാത്രമല്ല, പിന്നെ ആരാ മാന്യനായ ഒരു? അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം. തൊട്ടു മുമ്പ് ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്. ഒരു ദൈവപുരുഷൻ നമ്മുടെ ദേശത്ത് പറയണം. ഒരു ദൈവ മനുഷ്യൻ. ആരാണ്? ദൈവപുരുഷൻ, ക്രിസ്തു ഉള്ളവൻ. ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? നിന്റെ ദേശത്ത് വരുമ്പോൾ, നിന്റെ ഏരിയ വരുമ്പോൾ പറയണം. നിന്റെ ഏരിയ ഒരു വിഷയമായിട്ട് വരുന്നേ, അപ്പോൾ പറയണം, ഇവിടെ അഭിഷേകമുള്ള ഒരുത്തനുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരുത്തനുണ്ട്, വേർപാടുള്ള ഒരുത്തനുണ്ട്, ക്രിസ്തുവിനെ അറിയാന്നുള്ള ഒരുത്തനുണ്ട്, ക്രിസ്തുവിനോട് ചിലത് പങ്കുവയ്ക്കുന്ന ഒരുത്തനുണ്ട്. അവൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് പോകാം. നിങ്ങളുടെ ദേശത്ത് വേദനിക്കുന്നവർ, ഭാരപ്പെടുന്നവർ, ഇനി ജീവിക്കേണ്ടെന്ന് പറയുന്നവർ, നിങ്ങളുടെ ദേശത്ത് നിങ്ങൾ വീട്ടിനകത്ത് വന്ന് പറയണം. സിസ്റ്ററെ അല്ലെങ്കിൽ സഹോദരി അല്ലെങ്കിൽ പേര് പറഞ്ഞ് പറയട്ടെ. അയ്യോ ഹല്ലേലൂയ, പേര് പറഞ്ഞ് പറയട്ടെ. അയ്യോ ഹല്ലേലൂയ, എൻ്റെ ഇന്ന വിഷയമാണ്, നിന്റെ ദൈവത്തോടൊന്ന് പറ. ഇന്ന് പോലെ എത്രയൊക്കെ ആഗ്രഹമുണ്ട്. നിന്റെ ബന്ധുക്കൾ, നിന്റെ രക്തബന്ധുക്കൾ, നിന്റെ സഹോദര കുടുംബങ്ങൾ, യേശുവിനെ അംഗീകരിക്കാത്ത ഒരു കൂട്ടം പേർ നിന്റെ കുടുംബത്തിനകത്ത് കാണും. ഇന്ന് ആർക്കൊക്കെ ഇത് വേണം? ഇന്ന് ആർക്കൊക്കെ ഈ വചനം വേണം? ഈ വരി നിനക്ക് വേണമെങ്കിൽ കർത്താവിനോട് പറ, കർത്താവേ എൻ്റെ മേലൊരു ശക്തി പകരണം. അപ്പോൾ എൻ്റെ ബന്ധുക്കളും എൻ്റെ പ്രിയപ്പെട്ടവരും ഒരുപാട് പേര് യേശുവിനെ കണ്ടുമുട്ടാനുണ്ട്. പക്ഷേ അവരൊന്നും ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. എനിക്ക് അവരോട് സുവിശേഷം പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ എനിക്ക് അവരോട് പറയാൻ ഒരു കൃപ വേണം, ഒരു ശക്തി വേണം. കർത്താവ് എൻ്റെ മേലും ആ കൃപയെ ഇന്ന് പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിന്മീതെ ഞാൻ ഓടും, താഴാതവൻ കരം താങ്ങും, ചെരുകിലവൻ പാതെ ചേരും, താഴാതവൻ കരം താങ്ങും, ചെരുകിലവൻ പാതെ ചേരും. യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിന്മീതെ ഞാൻ ഓടും, യേശുവൻ കൂടെയുള്ളതിനാൽ തിരകളിന്മീതെ ഞാൻ ഓടും. ഹല്ലേലൂയ. ആരെന്തൊരു കല്ല് പറഞ്ഞേ? ഹല്ലേലൂയ. അപ്പോ ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? ആ ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചേ, രണ്ടുപേരും കൂടെ പോവുകയാണ്. ഒരു രക്ഷയില്ല. തിരിച്ചു പോകാൻ റൂട്ട് നോക്കുമ്പോൾ ഭൃത്യനറിയാം ഇവിടെ ഒരു പുരുഷനുണ്ട്. ഇവിടെ ആരുണ്ട്? ദൈവ പുരുഷനുണ്ട്. രണ്ടാമത്തെ കാര്യം, അവൻ മാന്യനാണ്. ഇന്ന് വരെ നിങ്ങളുടെ പേര് ഇതിന് തിരിച്ചായിരുന്നില്ലേ? ഇന്ന് വരെ നമ്മുടെ പേര് നമ്മുടെ ദേശത്ത് നമ്മുടെ കുടുംബത്തിനകത്ത് ആരും അംഗീകരിക്കാത്ത, ക്രിസ്തുവിനെ ആരാധിച്ചിട്ടും പലരും അപമാനിച്ച് നിന്ദിച്ച് തള്ളിയതെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനത്തിൻ്റെ ശക്തി നമ്മുടെ അകത്ത് ഇറങ്ങുമ്പോൾ വരുന്ന നാളിൽ നമ്മൾ അനേകർക്കൊരു വിടുതലാണ്, അനേകർക്കൊരു അനുഗ്രഹമാണ്. തപ്പി നടക്കുന്ന ചിലർക്കൊരു വിടുതൽ, ആശ്വാസമില്ലാത്തവർക്ക് കണ്ണുനീരിന്റെ നടുവിൽ നടക്കുന്ന ചിലർക്കൊരു വിടുതൽ, താങ്ങില്ലാത്ത ചിലർക്കൊരു വിടുതൽ, സമാധാനം തെറ്റി നിൽക്കുന്നവർക്ക് വിടുതൽ, മാനസികമായി പിരിമുറുക്കത്തോടെ വരുന്നവർക്ക് ഒരു തണുത്ത വാക്ക്, കണ്ണുനീരോടെ കടന്നു വരുന്നവരുടെ കണ്ണുനീരൊപ്പം നിന്റെ കൈ ദൈവം പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ. ബലപ്പെടുത്താ, ക്രിസ്തുവിനെ പറയാ, ആശ്വാസം കൊടുക്കുക, ധൈര്യപ്പെടുത്താ, ആ കരം നിന്റെ മേൽ ഇറങ്ങും. ഓ ജീസസ്, ഹല്ലേലൂയ. മാന്യനുണ്ട്. അടുത്ത വരി വായിച്ചേ. അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. അവൻ പറയുന്നതെല്ലാം എങ്ങനെ വരും? ഒന്ന്, അവൻ ദൈവപുരുഷനാണ്. രണ്ട്, അവൻ മാന്യനാണ്. ഇനി അവൻ പറയുന്നതെല്ലാം പറയുന്നത് അതുപോലെ തിരുവചന പ്രകാരം ഒത്താണ് വരുന്നത്. 3 കാര്യം. പ്രവാചകന്റെ 3 ഗുണം, അഭിഷേകമുള്ളവന്റെ 3 കാര്യം.
അഭിഷേകം പ്രവചിക്കുന്ന ഒരുത്തൻ്റെ മേൽ ഈ 3 കാര്യങ്ങൾ: ഒന്ന് മാന്യനായിരിക്കും, അവൻ ദൈവപുരുഷനായിരിക്കും, അവൻ പറയുന്നത് അതുപോലെ ഒത്തുവരും, അല്ലാത്തതൊന്നും പ്രവചനമല്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, പ്രവചിക്കുന്ന പ്രവചനം ഒത്തുവന്നാൽ അയാൾ മാന്യനാണെങ്കിൽ ആത്മാവിൻ്റെ പ്രവചനമാണ്, ദൈവപുരുഷനാണെങ്കിൽ മാന്യനാണെങ്കിൽ സ്തോത്രം പ്രവചിക്കുന്നത് ഒത്തുവന്നാൽ ഞാൻ പറയാ ആ പ്രവചനം എന്താണ്? സത്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഭൃത്യൻ കൃപയുള്ളവനാണ്, ഭൃത്യൻ പ്രാർത്ഥിക്കുന്നവനാണ്. ആമേൻ. ശൗലിന് ഈ ബന്ധമില്ലെങ്കിലും ഭൃത്യന് ഈ ബന്ധമുണ്ട്. ശൗലിന് ഇത്ര ആഴമായിട്ടൊരു ബന്ധമില്ലെങ്കിലും കൂടെ പോയ ഭൃത്യന് ഒരു ബന്ധമുണ്ട്. ഇന്ന് പകൽക്കാലം എല്ലായിടത്തും പോകുമ്പോൾ യേശുവിനെ ബന്ധമുള്ള മക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ്. ക്രിസ്തുവിനോടുള്ള ബന്ധം ആർക്കല്ല ഉണ്ടോ അവർ എവിടെ പോയാലും പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയില്ലെങ്കിൽ പിന്മാറി പോകുന്നല്ല, കൂടെ വരുന്നവനെ ധൈര്യപ്പെടുത്തിയിട്ട് പറയും, വേണ്ട വേണ്ട, തിരിച്ചു പോകാൻ വരട്ടെ, ഇതിന് മറുപടി ഉറപ്പായി തിരിച്ചു പോകാൻ വരട്ടെ, തിരിച്ചു പോകാൻ വരട്ടെ, തിരിച്ചു പോകാൻ വരട്ടെ, ഇതിന് ഉത്തരമുണ്ട്. തിരിച്ചു പോകാൻ വരട്ടെ, ഇതിന് മറുപടി ഉണ്ട്. തിരിച്ചു പോകാൻ വരട്ടെ, ഇതിന് ഉത്തരവും മറുപടി ഉണ്ട്. തിരിച്ചു പോകാൻ വരട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വായിച്ചെടുത്ത വരി. നമുക്കവിടെ പോകാം, നമുക്കവിടെ പോകാം. അടുത്ത്, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് അവൻ അവനോട് പറഞ്ഞു. അവിടെ പോയാൽ പക്ഷേ, വാക്കുണ്ടോ? പക്ഷേ വൃത്യം പറഞ്ഞു, പക്ഷേ നമുക്ക് ചിലപ്പം പറഞ്ഞു തരും. ഒന്നുകൂടെ വായിച്ച വരി. നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് അവനോട് പറഞ്ഞു. അവൻ പക്ഷേ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അടുത്ത വരി. ശൗൽ തന്റെ ഭൃത്യനോട് നാം പോകുന്നു എങ്കിൽ ആ പുരുഷന് എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? ശ്രദ്ധിച്ചോങ്ങള്. കർത്താവിൻ്റെ അവിടെ വേറെ ഒന്നും ഉണ്ടെന്നറിഞ്ഞൂടെ. പക്ഷേ ശൗലിനറിയാം, ഒരു ദൈവ മനുഷ്യൻ്റെ അടുക്കൽ പോകുമ്പോൾ ദൈവ മനുഷ്യൻ ചോദിക്കത്തില്ല, എന്തെങ്കിലും കൊടുക്കണമെന്ന് ആർക്കറിയാം? ശൗലിനറിയാം. ഇനി ശൗലിൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ഭൃത്യനറിയാം എവിടെ പോയാൽ എന്തെങ്കിലും കരുതണം. കണ്ടോ? ഹല്ലേലൂയ. വായിക്കുമ്പോൾ മനസ്സിലാവും. നോക്കിക്കേ, സംഭവം എല്ലാം കേട്ടപ്പോൾ ശൗലിന് വളരെ ഇഷ്ടമായി, വളരെ സന്തോഷമായി. പക്ഷേ സന്തോഷമായെങ്കിലും ശൗലിന് പോവാൻ ഇഷ്ടമല്ല. കാരണം എന്തെങ്കിലും ദൈവ മനുഷ്യന് കൊടുക്കാതെ അവിടെ പോകാൻ ദൈവഭൃത്യനൊന്നും ആവശ്യമില്ലെങ്കിൽ പോലും ഇയാളുടെ അകത്ത് സ്വത്രം ആ ദൈവഭൃത്യൻ എന്തെങ്കിലും കൊടുക്കണമോ എന്നുള്ള ചിന്ത. ഒന്നുകൂടെ വായിച്ച വരി. ശൗൽ തന്റെ ഭൃത്യനോട് നാം പോകുന്നു എങ്കിൽ ആ പുരുഷന് എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? ഞങ്ങൾ ഒരു ദിവസം ഒന്നുകൂടെ വായിച്ചേ. ശൗൽ തന്റെ ഭൃത്യനോട് നാം പോകുന്നു എങ്കിൽ ആ പുരുഷന് എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? കണ്ടോ? എന്താകുന്നു കൊണ്ടുപോകേണ്ടത്. അടുത്ത വരി. നമ്മുടെ ഭാണ്ഡത്തിലെ അപ്പം തീർന്നു പോയല്ലോ. അപ്പവും തീർന്നു. അടുത്ത, ദൈവപുരുഷന് കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒന്നുമില്ല, അപ്പം പോലുമില്ല, മറ്റൊന്നും ആ ഭാണ്ഡത്തിൽ അല്ലെങ്കിൽ ബാഗിനകത്ത് ഇല്ല. അടുത്ത വരി. ഭൃത്യൻ ശൗലിനോട് എന്റെ കയ്യിൽ 4 ശേക്കൽ വെള്ളിയുണ്ട്. കണ്ടോ? കൂടെ പോയ ഭൃത്യന്റെ പാക്കറ്റിൽ 4 ശേക്കൽ വെള്ളി. അടുത്ത വരി. ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം. ഇത് ഞാൻ ചെയ്യാം. ആർക്ക് കൊടുക്കാം? 4 ശേക്കൽ വെള്ളി ആർക്ക് കൊടുക്കാം? ദൈവപുരുഷന്. ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നത് ആർക്ക് കൊടുക്കാം? ദൈവപുരുഷന് കൊടുക്കാം. അടുത്ത വരി. അവൻ നമുക്ക് വഴി പറഞ്ഞു തരും എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വരി. പണ്ട് ഇസ്രായേൽ ഒരുത്തൻ ദൈവത്തോട് ചോദിപ്പാൻ പോകുമ്പോൾ വരുവിൻ, നാം ദർശകന്റെ അടുക്കൽ പോക എന്ന് പറയും. അടുത്ത്, ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു വന്നു. ഇപ്പൊ പ്രവാചകൻ എന്ന് പറയും, അന്ന് ദർശകൻ എന്നാണ് പറയുന്നത്. അടുത്ത വരി. ശൗൽ ഭൃത്യനോട് ഇന്ന് കാണുന്ന പ്രവചനം അല്ല ഇത്. ഇന്ന് അനേക സ്ഥലങ്ങൾ കാണുന്ന പ്രവചനം. ഇന്ന് അനേക സ്ഥലങ്ങൾ കാണുന്ന പ്രവചനം അല്ല ഇത്. ഇത് ദൈവാത്മാവിൻ്റെ പ്രവചനം. സ്തോത്രം. ഇന്ന് അനേകടത്ത് കാണുന്ന പ്രവചനം ഒന്നും അല്ല ഇത്. ഇത് ദൈവാത്മാവിൻ്റെ പ്രവചനം. അടുത്ത വരി വായിച്ചേ. ശൗൽ ഭൃത്യനോട് നല്ലത് വരിക നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അടുത്ത്, അങ്ങനെ അവർ ദൈവപുരുഷൻ താമസിച്ചു വന്ന നല്ലത് വരിക. കാരണം ഒരു ആശ്വാസമായി. ഉണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടല്ലോ.
ആശ്വാസമായി പോവുകയാണ്. അടുത്ത് അങ്ങനെ അവർ ദൈവപുരുഷൻ താമസിച്ചു വന്ന പട്ടണത്തിലേക്ക് പോയി. അടുത്ത് അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരത്തികളെ കണ്ട് അവരോട് ദർശകൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അടുത്ത് അവർ അവരോട് ഉണ്ട് അതാ നിങ്ങളുടെ മുമ്പിൽ വേഗം ചെല്ലുവിൻ. അടുത്ത് പൂജാഗിരിയിൽ ജനത്തിന്റെ വക ഒരു യാഗം ഉള്ളതുകൊണ്ട് അവൻ ഇന്ന് പട്ടണത്തിൽ വന്നിട്ടുണ്ട്. ആ ദൈവ പുരുഷൻ ഇന്ന് പട്ടണത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പട്ടണത്തിൽ വന്നത് മറ്റാർക്കുമല്ല, ദൈവം പറഞ്ഞയച്ചത് ശൗലിന് വേണ്ടിയാണ്. ഇന്ന് ഇതിനകത്ത് രാജാവ് വന്നിട്ടുള്ളത് വേറെ ഒന്നിനും വേണ്ടിയല്ല. നമ്മളെ കർത്താവ് രാജാവായി വാഴുന്നു. ആ കർത്താവ് ഇന്ന് നമ്മുടെ ആലയത്തിനകത്തുണ്ട്, ഓരോ മക്കളെയും തൊടാനായിട്ട്. കർത്താവിൻ്റെ ശക്തിയെ പകരാൻ, കർത്താവിൻ്റെ കൃപയെ പകരാൻ, ആത്മാവിനാൽ നിറയ്ക്കാൻ, വചനത്താൽ നിറയ്ക്കാൻ, കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകരാൻ, ആ ശക്തിയെ പകരാൻ, ആ അഭിഷേകത്തെ പകരാൻ ഒരുവൻ ഇന്ന് ഈ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ഇവർ രണ്ടുപേരും കൂടെ പോവുകയാണ്. പോകുന്ന വഴിക്ക് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയും കിട്ടി. ഒന്നുകൂടെ വായിച്ച് നിർത്തിയ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവർ അവരോട് ഉണ്ട് അതാ നിങ്ങളുടെ മുമ്പിൽ വേഗം ചെല്ലുവിൻ. ഇന്ന് പൂജാഗിരിയിൽ ജനത്തിന്റെ വക ഒരു യാഗം ഉള്ളതുകൊണ്ട് അവൻ ഇന്ന് പട്ടണത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പട്ടണത്തിൽ കടന്ന ഉടനെ അവൻ പൂജാഗിരിയിൽ ഭക്ഷണത്തിന് പോകും മുമ്പേ നിങ്ങൾ അവനെ കാണണം. ഭക്ഷണത്തിന് പോകും മുമ്പേ, നിങ്ങൾ പൂജാഗിരിയിൽ ഭക്ഷണത്തിന് പോകും മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം? അവനെ കാണണം. അടുത്ത വരി. അവൻ യാഗത്തെ അനുഗ്രഹിക്കേണ്ടതാകൊണ്ട് അവൻ ചെല്ലുവോളം. ഇവരെന്തിനാ രണ്ടുപേരും പോയേ? ആരാ പറഞ്ഞയച്ചേ? അപ്പൻ പറഞ്ഞയച്ചു അല്ലേ? എന്തിനാ പറഞ്ഞയച്ചേ? കഴുതകളെ കാണാനില്ല. കഴുതകളെ കാണാൻ പോയി, എല്ലാവരും നോക്കി തളർന്നു. കഴുതയില്ല. അവസാനം സ്വത്രം തിരിച്ച് വീട്ടിൽ പോരാ, അല്ലെങ്കിൽ ഇനി കഴുതയോടുള്ള വേദന മാറിയിട്ട് ഇനി നമ്മെ കാണാത്തതുകൊണ്ട് അപ്പൻ സങ്കടപ്പെടുമെന്ന് ശൗൽ പറയുന്നത് കേട്ട് ഭൃത്യൻ പറയുന്നു, പോകാൻ വരട്ടെ, ഇവിടെ ഒരു ദൈവ മനുഷ്യൻ ഉണ്ട്, മാന്യനാണ്, പറയുന്നതെല്ലാം 3 കാര്യം. ദൈവ മനുഷ്യനുണ്ട്, മാന്യനാണ്, പിന്നെ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. സ്വത്രം. അങ്ങനെ പോവുകയാണ്. പോകുന്ന വഴിക്ക് കണ്ട കാര്യമോ പറഞ്ഞു. അടുത്തവർ വായിച്ചേ. അവൻ യാഗത്തെ അനുഗ്രഹിക്കേണ്ടതാകൊണ്ട് അവൻ ചെല്ലുവോളം ജനം ഭക്ഷിക്കുകയില്ല. അതിന്റെ ശേഷം മാത്രമേ ക്ഷണിക്കപ്പെട്ടവർ ഭക്ഷിക്കുകയുള്ളൂ. അടുത്ത വരി. വേഗം ചെല്ലുവേൻ, ഇപ്പോൾ അവനെ കാണാമെന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വരി. അങ്ങനെ അവർ പട്ടണത്തിൽ കടന്നപ്പോൾ ഇതാ ശമൂവേൽ പൂജാഗിരിക്ക് പോകുവാനായി അവരുടെ നേരെ വന്നു. അടുത്ത വരി. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിനെ വെളിപ്പെടുത്തി. ഇന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇവിടെ നടക്കാൻ പോകുന്ന സംഭവം പ്രവാചകന് ദൈവം ആദ്യമേ വെളിപ്പെടുത്തി കൊടുത്തു. കണ്ടോ? വെളിപ്പെടുത്തി കൊടുത്തു. അടുത്ത വരി വായിച്ചേ. നാളെ ഇന്നേരത്ത് ബെന്യാമിൻ ദേശക്കാരനായ, നാളെ ഈ സമയത്ത്, ഏത് സമയത്ത്? ഇപ്പം നിന്ന സമയം. കണ്ടോ? ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കലയക്കും. ഇവിടെ കഴുത കാണാൻ പോയത് ദൈവം അറിയാതെ ഒന്നും അല്ലെന്ന്. നിന്റെ വീടിനകത്ത് ഇന്ന പ്രശ്നം ദൈവം അറിയാതെ അല്ലെന്ന്. ചില പ്രശ്നത്തിന് വേണ്ടിയല്ലേ നീ പ്രാർത്ഥിക്കുന്ന, അറിയാതെ അല്ലെന്ന്. കഴുതയല്ലേ പോയേ, പക്ഷെ എന്റെ ദൈവം അറിയാതെ അല്ലെന്ന് ആ കഴുതയെ കാണാതാക്കിയത്. നിനക്ക് എത്രക്ക് വെളിപ്പെട്ടു എന്ന് എനിക്കറിയത്തില്ല. കഴുതയെ കാണാതാക്കിയെങ്കിലും എൻ്റെ ദൈവത്തിന് നിന്നെ തൊടേണ്ടതിന് ചിലർക്ക് കൊണ്ടെത്തിക്കും. നീ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ വരണമെങ്കിൽ ചില കഴുതകളെ കാണാതാക്കിയായാലും നിന്നെ എൻ്റെ അടുത്ത് കൊണ്ടുവരികയും ചെയ്യും. ഞാൻ നിന്നെ ശക്തീകരിക്കുകയും ചെയ്യും. നീ കോട്ടകളെ ഉടക്കുകയും ചെയ്യും. നഷ്ടങ്ങൾ വന്നല്ലേ, ചിലത് കാണാതെ പോയല്ലേ, ദൈവം അറിയാതല്ല. ചിലത് കാണാതെ പോയാലേ നീ തേടി എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് വരൂ. കൃപ 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 എല്ലാം നിനക്ക് തന്നാൽ നീ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കത്തില്ല, വരികയില്ല. നീ പറയുന്ന എല്ലാം കിട്ടിയാൽ നീ എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് വരത്തില്ല. അതുകൊണ്ട് നിന്റെ കഴുത കാണാതെ പോയത് ദൈവം അറിഞ്ഞിട്ട് തന്നെയാ.
ആമേൻ 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 ആമേൻ. ചില നഷ്ടങ്ങൾ വന്നൂല്ലേ കുടുംബത്തിനകത്ത്, ചില വിഷയങ്ങൾ നഷ്ടം വന്നൂല്ലേ. പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ചിലത് സംഭവിച്ചല്ലേ, ദൈവം അറിയാതല്ല. ആ കഴുത നഷ്ടമായി പോയി, ദൈവം അറിയാതല്ല, ദൈവം അറിഞ്ഞു. നിന്നെ കൊണ്ടുവരണമെങ്കിൽ കഴുത നഷ്ടമാകണം. നിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണമെങ്കിൽ കഴുത നഷ്ടമാകണം. കഴുത നഷ്ടം വന്നില്ലെങ്കിൽ നീ ദൈവത്തെ അറിയത്തില്ല, നീ കൃപ പ്രാപിക്കുകയില്ല, നീ പാവിയായി നിത്യദണ്ഡനത്തിന് പോകും. എന്നാൽ നിന്റെ കഴുത നഷ്ടമായാൽ ഈ കഴുതയെ തേടി നീ വരും. ഈ കഴുതയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. പക്ഷെ തിരികെ പോകുമ്പോൾ കഴുതയെ കൊണ്ടല്ല നീ പോകുന്നത്. വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം 68 അധ്യായം അതിൻ്റെ 25 വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. സംഗീതക്കാർ മുമ്പിൽ നടന്നു. സംഗീതക്കാർ എവിടെ? മുൻപിൽ. അടുത്ത് വീണക്കാർ പിൻപിൽ. അടുത്ത് തപ്പ് കൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. അപ്പൊ ഏറ്റവും ഫ്രണ്ടിൽ ആരാ? അപ്പൊ നമ്മളെ പള്ളിയിൽ ആരാധിക്കുമ്പോഴും അപ്പോ അവിടെ ഇതാ സ്തോത്രം, കഴുതകളെ കാണാനില്ല, പോയി. പക്ഷേ അവിടെ എത്തും മുമ്പേ ശമൂവേലിനോട് ദൈവം പറഞ്ഞു, മോനെ ഒരുത്തനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. കണ്ടോ, അവൻ കഴുതയെ തപ്പിയാ വരുന്നത്. ആരാ തപ്പിയാ വരുന്നത്? അപ്പൻ്റെ കഴുതകൾ കാണാനില്ല, അവന് വേറെ ഒരു ചിന്തയുമില്ല, കഴുതയെ കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന വിഷയം വേറെ ഒന്നായിരിക്കും. എനിക്ക് വേറെ ഒരു ചിന്തയിൽ ഇത് രക്ഷപ്പെട്ട് കിട്ടണം, ഇന്ന കാര്യം നടക്കണം, ഇങ്ങനെ ആയിരിക്കും വന്നത്. പക്ഷെ കഴുത പോയാലേ അവിടെ കൊണ്ടുവരാൻ പറ്റൂ. ദൈവത്തിന് ഈ ശൗലിനെ കൊണ്ടുവരണമെങ്കിൽ അവൻ്റെ കഴുത, അപ്പൻ്റെ കഴുത പോകണം. അപ്പൻ്റെ കഴുത പോകാൻ തന്നെ വേണം. ഇനി ശൗലിനോടുകൂടെ വേറെ ഭൃത്യൻ വന്നെങ്കിൽ വഴി വിട്ടാൻ. പക്ഷെ വിടേണ്ട ഭൃത്യനെ തന്നെ ദൈവം എന്ത് ചെയ്തു? വിട്ടു. അതാണ് അതിൻ്റെ സത്യം. വായിച്ചേ, ഒന്നിട്ട് വായിച്ചേ. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ, ശൗൽ വരുന്നതിന് ഇന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം മുമ്പേ, 2 ദിവസം മുമ്പേ, 3 ദിവസം മുമ്പേ, 1 വർഷം മുമ്പേ, 2 വർഷം മുമ്പേ നിനക്ക് ഇന്ന് പകരാൻ ദൈവം ചിലത് കണ്ടിട്ടുണ്ട് പൈതലേ. അന്നേ കണ്ടതാണ്. നീ വെറുതെ അല്ല ഇന്ന് ഈ പള്ളി വന്നിരിക്കുന്നത്. വ്യത്യസ്തമായ വേദനയോട് ഭാരത്തോടായിരിക്കും വന്നിരിക്കുന്നത്. പല നഷ്ടത്തിൻ്റെ നടുവിലായിരിക്കും വന്നത്. പക്ഷെ നഷ്ടപ്പെട്ടതല്ല നിനക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നത്. നീ പ്രതീക്ഷിക്കാത്ത ഒന്ന് നീ ഇന്ന് ഈ ആലയത്തിൽ നിന്ന് പ്രാപിച്ചിട്ടേ തിരിച്ചു കിട്ടിപ്പോകും. നീ ചിന്തിക്കാത്തത്, ഹല്ലേലൂയ, നീ വിചാരിക്കാത്തത്, നീ പ്രതീക്ഷിക്കാത്ത ഒന്ന് എൻ്റെ ദൈവം നിനക്ക് തന്നയക്കാൻ പോയാ. അടുത്ത വാക്യം വായിച്ചേ. യഹോവ അത് ശമൂവേലിനെ വെളിപ്പെടുത്തി. നാളെ ഏത് സമയത്ത്? ഈ സമയത്ത് ബെന്യാമിൻ ദേശക്കാരനായ, എവിടെയുള്ള ദേശക്കാരൻ എന്ന് പറഞ്ഞു? ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. ഒരാളെ ഞാൻ ആരുടെ അടുത്തേക്ക്? നിന്റെ അടുക്കൽ അയക്കും. അടുത്ത് എന്റെ ജനമായ ഇസ്രായേലിനെ. നോക്കിയേ, എന്തിനാണ് അയക്കുന്നത്? എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവരെ അഭിഷേകം ചെയ്യണം. നീ അവരെന്ത് ചെയ്യണം? എന്റെ ജനത്തെ ഭരിക്കാൻ നീ അവരെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഇന്നതിനകത്ത് ശൗല് വന്നത് കഴുതകളെ കാണാനില്ലത്തോണ്ടാ. പക്ഷെ നീ തിരിച്ചു പോകുന്നത് അഭിഷേകം പ്രാപിച്ച, നീ തിരിച്ചു പോകുന്നത് അസാധാരണമായ ദൈവശക്തി പ്രാപിച്ചാണ്. നീ തിരിച്ചു പോകുന്ന അസാധാരണമായ ദൈവിക കൃപയും ദൈവിക വരങ്ങളും ദൈവിക അഭിഷേകവും പ്രാപിച്ചാണ്. വന്നതുപോലെ അല്ല വന്നത്. ചില നഷ്ടങ്ങൾ പറയാനുണ്ട്. അപ്പാ, ഞാൻ ഇന്ന് ഈ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ വീട്ടിനകത്ത് ഇന്ന വിഷയം നടക്കണപ്പാ, അതിനകത്തൊരു മാറ്റം വരണപ്പാ, ഇതിനകത്തൊരു മാറ്റം വരണപ്പാ, ഇതിനകത്തൊരു മാറ്റം വരണപ്പാ. നിന്റെ കുടുംബത്തിനകത്തുള്ളവർ മാത്രമല്ല, നിന്റെ പട്ടണത്തിൽ പോലും ആത്മാവിൻ്റെ അധികാരത്തോടെ ഇറങ്ങിച്ചെന്ന് ചില കോട്ടകളെ പിടിച്ച് ഉടച്ചു കളയാൻ ദൈവം നിന്നെ കുറിച്ച് കണ്ടിരിക്കുമ്പോൾ നീ ഒരാളിനെ കുറിച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ ഒരാളല്ല, 1000 പേരെ യേശുവിലേക്ക് കൊണ്ടുവരാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ കഴുതകളെ തേടിയിരിക്കാൻ വന്നേ. പക്ഷേ നിന്നെ ഒന്ന് നിന്റെ മേൽ പകരം പോകയാ. ഹല്ലേലൂയ. നീ വന്നതിന് ചില കഴുതകളെ കാണാനില്ലത്തോണ്ടാ. പക്ഷേ നഷ്ടപ്പെട്ട എൻ്റെ ചില മക്കളുണ്ട്, അവരെ നീ എനിക്കായി കൊണ്ടുവരാൻ. എന്റെ രക്തത്തിന്റെ വിലകളായി കുറെ പേർ അവിടെ ചിതറിക്കിടക്കുന്നു. നിന്റെ ദേശത്ത് വലിയൊരു ജനം എനിക്കുണ്ട്, അവരെ കൊണ്ടുവരാൻ. നിന്റെ വീട്ടുകാരെ മാത്രമല്ല, നിന്നിലൂടെ
ഒരു സൈന്യം നരകത്തിൽ പോകുന്ന ഒരു സൈന്യം. നിന്റെ കയ്യിൽ ചിലപ്പോൾ മൈക്ക് കാണത്തില്ല, നിന്റെ കണ്ണിന്റെ മുമ്പിൽ വേറെ ഒന്നും കാണത്തില്ല. നിന്റെ വായിൽ അഭിഷേകമുണ്ട്, നിന്റെ നാവിൽ അഭിഷേകമുണ്ട്, നിന്റെ വായിൽ വചനമുണ്ട്, നിന്റെ അകത്ത് വചനമുണ്ട്. നീ ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കെട്ടുകൾ പോട്ടും, ചങ്ങലകൾ അഴിയും, ജനക്കൂട്ടത്തോടെ രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെടും, സ്നാനപ്പെടും. ഓ കൃപ ശബരദര സക്കബര റതോരദര ശകബന റതരദര ശാരദര റതുരുദര ശിയലദര സകബന റാന്തൽകന റവതബന. ശൗല, നീ അറിഞ്ഞില്ല, നീ അറിഞ്ഞു കാണത്തില്ല. നിനക്ക് വച്ചിരിക്കുന്ന അഭിഷേകം എന്ന് നീ അറിഞ്ഞു കാണത്തില്ല. പക്ഷേ ഉടയവൻ അറിയാം നീ എന്നെ എവിടെ കൊണ്ടെത്തിക്കണമെന്ന്. ദൈവത്തിനറിയാതെ, ദൈവത്തിനറിയാം, 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 ദൈവത്തിന് നിന്നെ അറിയാം, ദൈവത്തിന് നിന്നെ അറിയാം. ഓ, ഇന്ന് കൃപ പ്രാപിച്ചിട്ട് നീ വ്യർത്ഥമായി കളയരുത്, നിലനിർത്തിക്കൊള്ളണം. അന്ത്യം വരെ അത് കൃപ നിറഞ്ഞൊഴുകിക്കൊള്ളണം. ഒരിടത്തും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സൂക്ഷിച്ചോളണം. ഹല്ലേലൂയ. നിന്റെ മേൽ നിന്റെ അപ്പൻ കൃപ പകരും, പക്ഷേ നഷ്ടപ്പെടുത്തി കളയരുത്. അടുത്ത വരി വായിച്ചേ, ആ വരി ഒന്നുകൂടെ വായിച്ചു പോയേ. ബെന്യാമിൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. നിന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവന് അഭിഷേകം ചെയ്യണം. ഇസ്രായേലിനെ ഭരിക്കാൻ നീ അവൻ എന്ത് ചെയ്യണം? വന്നത് എന്തിനാ? യജമാനെ, എൻ്റെ അപ്പൻ്റെ കഴുതകളെ കാണാനില്ല യജമാനെ, അതെവിടെ പോയെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കാനാണ് ആര് വന്നേ? ആര് വന്നേ? ശൗലും ഭൃത്യനും വന്നത്. പക്ഷെ നടന്നത് മറ്റൊന്ന്. മനസ്സിലായോ? വന്നത് വേറൊരു ചെറിയ വിഷയത്തിനായിരിക്കാം, പക്ഷെ തിരിച്ചു പോകുമ്പോൾ നിറഞ്ഞ കൃപയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ധൈര്യത്തോടെ, ആത്മബലത്തോടെ, പിശാചിന്റെ പദ്ധതികൾ ഉടയ്ക്കുന്ന ഒരു ശക്തിയുമായിട്ടാണ് ഇന്ന് നീ പോകാൻ പോകുന്നത്. നിന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെ മാത്രമല്ല, ഒരു കൂട്ടം വരെ യേശുവിന്റെ സത്യവചനത്തിലേക്ക് എത്തിക്കാൻ ദൈവം നിന്നെ കണ്ടിരിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. അവൻ എന്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. കണ്ടോ? എന്തിനാണ് ഇവനെ രാജാവാക്കും? എൻ്റെ ജനത്തെ. ആരുടെ ജനത്തെ? ആരാ പറഞ്ഞേ? ദൈവത്തിൻ്റെ ജനത്തെ. ആരുടെ കയ്യിൽ നിന്ന്? ഫെലിസ്ത്യനാണ്. ആര്? ഗോലിയത്ത് അല്ലേ? ഫെലിസ്ത്യ മല്ലൻ. ചില മല്ലന്മാരുടെ പിടികിടക്കുന്ന ചില വ്യക്തികളെ പൊളിച്ചെടുത്ത് ദൈവഭാഗത്ത് കൊണ്ട് നിർത്താൻ ദൈവം നിന്നെ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. ഒന്നുകൂടെ വരി വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ വരി. അവൻ എന്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ രക്ഷിക്കും. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുക കൊണ്ട്. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തി. നോക്കിക്കേ, ഒരു സൈന്യത്തെ രക്ഷിക്കാൻ. കഴുത കളഞ്ഞാലേ നീ ഇവിടെ ഇന്ന് വരും. നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടിയാലേ നിന്റെ കൊട്ടാരത്തിനകത്തുള്ള ആരും നിന്റെ കൂടെ വേണ്ട. നീ ഒറ്റയ്ക്ക് വന്നിരുന്നാലേ എനിക്ക് നിന്നെ ശക്തമായി വ്യക്തമായി തൊട്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ചിലതിനെ പിടിയിൽ കിടക്കുന്ന ചിലതിനെ പൊളിച്ചു കൊണ്ടുവരാൻ ഇന്ന് ഇതിനകത്ത് കർത്താവ് തൻ്റെ മക്കൾക്കൊരു അഭിഷേകത്തെ പകരുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാതെ ഒന്നിനും പറ്റത്തില്ല. ആയുധമില്ലാതെ പോയാൽ തോൽവിയടയും. എത്രക്ക് മനസ്സിലായി? ആയുധമില്ലാതെ പോയാൽ തോറ്റോടും. എങ്ങനെ ഓടും? ആയുധമില്ലാതെ പോയാൽ എങ്ങനെ ഓടും? നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല, പിന്നെ എന്തോന്നാ? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഒരു കൂട്ടം പേരെ രക്ഷിക്കണമെങ്കിൽ ആയുധം വേണം. ഇന്ന് ഇതിനകത്ത് എത്ര പേരെ കയ്യിൽ ആയുധമുണ്ട്? ഇന്ന് രാത്രി ആയുധമില്ലാതെ പടക്കിറങ്ങല്ലേ. ആയുധമില്ലാതെ ആര് പടക്കിറങ്ങിയാലും തോറ്റു തകർന്ന് തരിപ്പണമായിരിക്കും. ആയുധമില്ലാതെ പോകരുത്, ആയുധം കൊണ്ടുപോകണം. ആയുധമില്ലാതെ പോയാൽ നീ പരാജയപ്പെടും. ആയുധം വേണം.
ശത്രുവിനെ പരാജയപ്പെടുത്തണോ? ആയുധം വേണം. നിങ്ങൾക്ക് തെളിവ് വേണോ? 1 ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് ഇശായിയുടെ മക്കളെല്ലാം ആരോഗ്യ ദൃഢഗാത്രന്മാരും മിടുക്കന്മാരും അഭ്യാസമുറകൾ അഭ്യസിച്ചവനുമായിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ ലോകത്തിന്റെ ആയുധം ഉണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ആയുധം, പ്രാർത്ഥന എന്ന ആയുധം, നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് വെളിപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ കയ്യിൽ ലോകത്തിന്റെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ആരുടെ കയ്യിൽ? ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും? ലോകത്തിന്റെ ആയുധങ്ങൾ ആരുടെ കയ്യിലുണ്ട്? ഇശായിയുടെ മക്കളുടെ കയ്യിലും ശൗലിന്റെ ആൾക്കാരുടെ കയ്യിലും ലോകത്തിന്റെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ആയുധ അഭ്യാസ മുറകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഗോലിയോത്തിനെ തകർക്കാനുള്ള ആയുധം അവരുടെ കയ്യിലില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഗോലിയോത്തിനെ തകർക്കാനുള്ള ആയുധമില്ലാതെ ഇറങ്ങിയാൽ പരാജയപ്പെട്ട് പുറകോട്ട് പോകും. പരാജയപ്പെട്ട് ചെയ്യും. എത്ര ദിവസം പുറകോട്ട് പോയി? എത്ര ദിവസം പുറകോട്ട് പോയി? 40 ദിവസം വന്നും പോയും. ഫിലിസ്ത്യൻ വരും, വിളിച്ചു പറയും, ആരുണ്ടടാ എന്നോട് യുദ്ധം ചെയ്യാൻ? ആരുണ്ടടാ? അങ്ങ് വലിപ്പത്തിൽ നിൽക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെ നിൽക്കുക? ഇതിനകത്ത് ദൈവശക്തി ഇറങ്ങുന്നു. ചില മക്കൾ ചിലത് പ്രാപിച്ചുകൊണ്ടിരിക്കുക. ചില മക്കൾ ദൈവശക്തിയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപയെ അവർ വിടാതെ സ്വീകരിക്കുകയാണ്. എന്തിനറിയാമോ? ഇനി അങ്ങോട്ട് ജയിക്കണമെങ്കിൽ ഇത് വേണം. നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് പോരാട്ടമുള്ളത് അയൽവക്കത്തുള്ളവരോടല്ല. നമുക്ക് പോരാട്ടമുള്ള ഈ ലോകത്തിലെ മനുഷ്യനോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് പിശാചിൻ്റെ മണ്ഡലങ്ങളോടാണ്. നമുക്ക് പോരാട്ടമുള്ളത് ശത്രുവിൻ്റെ മണ്ഡലങ്ങളോടാണ്. നമുക്ക് പോരാട്ടം ഇന്ന് ഇതിനകത്ത് പോരാട്ടമുള്ളത് നമുക്ക് മറ്റാരോടുമല്ല, പിശാചിൻ്റെ മണ്ഡലങ്ങളോടാണ്. ഹല്ലേലൂയ. അവനോട് പോരാട്ടം ഉണ്ടെങ്കിൽ വാളും വടിയും കൊണ്ടുപോയാൽ പോവോ? ശ്രദ്ധിച്ച് കേട്ടെ. ഒരാളിന് ഭൂതം ഇളകി. ശ്രദ്ധിച്ച് കേട്ടോ, പറയുമ്പോൾ മനസ്സിലാവും. ഭൂതം ഇളകി തുള്ളി ആടി നിൽക്കുക. ഞാനതുകൊണ്ട് ഏറ്റവും മൂർച്ചയുള്ള കത്തി എടുത്തോണ്ട്, നല്ല കത്തിയുണ്ട്, നല്ലൊരു ചൂലുമുണ്ട്, നല്ലൊരു തടിയുണ്ട്, 3 കൊണ്ട് പോവുകയാണ്. ആരെ? ഭൂതം ഒഴിപ്പിക്കാൻ. അവിടെ വല്ലതും നടക്കും? ചൂല് കൊണ്ട് അടിച്ചു. ഇതിനകത്തിരിക്കുന്ന ഒരു ചൂലടി ഉണ്ടോ? എത്ര പേരുണ്ടെന്ന് അറിയാമോ? അപ്പോൾ ചോദിക്കും, സിസ്റ്റർ അടിച്ചു അല്ലേ? സിസ്റ്റർ ആരെ അടിച്ചിട്ടില്ല? മനുഷ്യരെ അടിച്ചിട്ടില്ല. സ്വത്രം ചുവരിൽ പിടിച്ച് ഇടിച്ചവർ അനേകരുണ്ട് ഇതിനകത്തുണ്ട്. അവർ കണ്ണീരോടെ സാക്ഷി വേണമെങ്കിൽ പറയും. മണിക്കൂറുകൾ പറഞ്ഞാലും തീരില്ല. അവർ ഭൂതം ഒഴിക്കാൻ പോയ സ്ഥലങ്ങളെ ചോദിച്ചാൽ അവർ മണിക്കൂറുകൾ പറഞ്ഞാലും തീരില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, സിസ്റ്റർ ഇവിടെ എങ്ങനെയാ? ഇവിടെ വചനം ഇറങ്ങി പൊട്ടിക്കും. പരിശുദ്ധാത്മാവ് ഇറങ്ങി പൊട്ടിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ഭൂതം ഇളകി നിൽക്കുന്നവൻ്റെ അടുത്ത് എല്ലാം കൊണ്ട് തിരിച്ച് പതുക്കെ ബാക്കിലോട്ട്. മറ്റവൻ വെല്ലുവിളിക്കുന്നത് ഇവർ ബാക്കിലോട്ട് പോകും. മറ്റവൻ വെല്ലുവിളിക്കുന്നത് ഇവർ ബാക്കിലോട്ട്. എങ്ങനെ? എല്ലാം കൊണ്ട് തിരിച്ച് പതുക്കെ ബാക്കിലോട്ട്. മറ്റവൻ വെല്ലുവിളിക്കുന്നത് ഇവർ ബാക്കിലോട്ട് പോകും. മറ്റവൻ വെല്ലുവിളിക്കുന്നത് ഇവർ ബാക്കിലോട്ട്. എങ്ങനെ? ബാക്കിലോട്ട് പോകും. എന്താ ബാക്കിലോട്ട് പോയേ? പ്രാർത്ഥനയില്ല, അഭിഷേകമില്ല, വിശുദ്ധ ജീവിതമില്ല. മനസ്സിലാകുന്നുണ്ടോ? 1, ഇതിനഴിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം. 2, ഒരു വിശുദ്ധ പൈതലായിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? 3, അഭിഷേകമേ. അന്ന് വരെ പരിഗണിക്കാത്ത ഒരുത്തനുണ്ട്. ആരാ? ദാവീദ് പരിഗണിച്ചില്ല, അപ്പൻ പരിഗണിച്ചില്ല. പക്ഷെ ലോകം അവനെ പരിഗണിച്ചില്ലെങ്കിലും, അപ്പൻ പരിഗണിച്ചില്ലെങ്കിലും, രാജാവ് അവനെ പരിഗണിച്ചു. രാജാവ് പരിഗണിച്ചു. കർത്താവ് പരിഗണിച്ചു. ദേവാദി ദൈവം പരിഗണിച്ചു. സർവശക്തൻ അവനെ പരിഗണിച്ചു. നിന്നെ വീട്ടുകാർ പരിഗണിച്ചില്ലെങ്കിലും, നാട്ടുകാർ പരിഗണിച്ചില്ലെങ്കിലും, പള്ളിക്കാർ പരിഗണിച്ചില്ലെങ്കിലും, അയൽക്കാർ പരിഗണിച്ചില്ലെങ്കിലും നിന്നെ സ്വർഗം പരിഗണിക്കുന്നുണ്ട്. പടക്കോപ്പ് ഇതിൽ ചെലവാകത്തില്ല. നിന്റെ കയ്യിലുള്ള വാള് കൊണ്ട് പിശാചിനെ വെട്ടാൻ പറ്റത്തില്ല. നിന്റെ കയ്യിലുള്ള കമ്പി കൊണ്ട് പിശാചിനെ വെട്ടാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന മകനെ, അഭിഷേകമുള്ള മകളെ, ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്ന പൈതലെ, നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഇതങ്ങളോ ജഡീകങ്ങളല്ല. അത് ജഡീകങ്ങളുള്ള വാളും വില്ലും അമ്പും അല്ല. പിന്നെയോ കോട്ടകളെ ഇടിപ്പാൻ
അഭിഷേകം 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 കോട്ടകളെ ഇടിപ്പാൻ തക്കതായ കോട്ടകളെ ഇടിപ്പാ. ഓ അതെ 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 അതെ, ആർക്കൊക്കെ വേണം, ആർക്കൊക്കെ വേണം. ഓ ആമേൻ. പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു പൊങ്ങുന്ന സകല കോട്ടകളെ ഇടിച്ച്, ഓഹോ അതെ 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 അതെ, ആയുധങ്ങളോ അത് ജഡീകങ്ങൾ അല്ല അല്ല. ഹല്ലേലൂയ. കോട്ടകളെ ഇടിപ്പാൻ തക്കതായത്. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ മനുഷ്യനെ പോരാടാനുള്ള ആയുധങ്ങളും വടിയും കുന്തവും കോപ്പും കൊണ്ട് ഇസ്രായേൽ മക്കൾ 40 ദിവസം രാവും പോവുകയാണ്. പോകുന്നു പേടിച്ച്, മല്ലനെ കണ്ട് പേടിച്ച് പുറകോട്ട് പോകുന്നു പേടിച്ച് പുറകോട്ട് പോകുന്നു. നിങ്ങളിൽ അനേകർ അങ്ങനെയല്ലേ സഹോദരങ്ങളെ? നിങ്ങളുടെ വീട്ടിനകത്ത് ചില വ്യക്തികളിൽ ദുർഭൂതമുണ്ട്, അത് ഇളകുന്നു, നിങ്ങൾ പേടിച്ച് പുറകോട്ട് പോകുന്നു. ഉടനെ ഫോൺ എടുത്ത് വിളിക്കുന്നു, അയ്യോ പാസ്റ്ററേ, അയ്യോ സിസ്റ്ററേ, ഇങ്ങനെയാണ് വിഷയം. ഓടുന്നു. കാരണം എന്തറിയാമോ? ആയുധമില്ല. ആയുധമില്ലാതെ വാളെടുത്താലും ഈ അന്ത്യകാലത്ത് അപ്പന്റെ മഹത്വത്തിനായിട്ട് നിൽക്കാൻ ആർക്ക് വേണം ഇരട്ടി ശക്തി? ഓ ജീസസ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ, ദൈവത്തിന് മഹത്വം. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഹല്ലേലൂയ. അപ്പോസ്തലൻ ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല? ജഡികങ്ങൾ അല്ല, പിന്നെ എന്തോന്നാ? കോട്ടകളെ ഇടിപ്പാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശക്തി ഉള്ളത് തന്നെ. ഈ ശക്തിയുള്ള ആയുധങ്ങളുമായിട്ടാണ് ദൈവമക്കൾ ഇറങ്ങിച്ചെല്ലുന്നത്. എന്തായുധങ്ങൾ? നിന്നെ കീഴടക്കുന്ന ആയുധങ്ങളല്ല. വാള് കൊണ്ടുപോയി നിന്നെ കീഴടക്കി നിന്റെ പുറത്ത് കയറിയിരുന്ന് തകർത്ത് തരിപ്പണമാക്കി വസ്ത്രവും വലിച്ചു കയറി ശരീരത്തെ മുറിവേൽപ്പിക്കും. എന്തുകൊണ്ട്? ആയുധമില്ലെങ്കിൽ. പക്ഷെ നിന്റെ കയ്യിൽ ആയുധം ഉണ്ടെങ്കിൽ അവൻ നിന്റെ തൊട്ടടുത്ത് പോലും വരത്തില്ല. പരിസരത്തിൽ ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന ഇല്ലാത്തവൻ, അഭിഷേകമില്ലാത്തവൻ, അധികാരമില്ലാത്തവൻ, വിശുദ്ധ ജീവിതമില്ലാത്തവൻ, അപ്പനും ലോകത്തിൽ വിലയുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വിലയും. മനസ്സിലായോ? അപ്പന് വിലയുണ്ട്. എൻ്റെ ഈ മൂത്ത മക്കളെല്ലാം മിടുക്കന്മാരാ. അവർക്കെല്ലാം എന്തുണ്ട്? അഭിഷേകമുണ്ട്, അല്ല സോറി, ആരോഗ്യമുണ്ട്, മിടുക്കന്മാരാണ്. അവന്മാരെ പഠിപ്പിച്ച അവന്മാർ യുദ്ധക്കളത്തിൽ ഇറങ്ങും. അപ്പൻ്റെ മുമ്പിൽ വിലയുണ്ട്, പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ വിലയുണ്ട്, രാജാവിൻ്റെ മുമ്പിലും വിലയുണ്ട്, രാജ്യത്തിലും വിലയുണ്ട്. എന്നാൽ വിലയില്ലാത്ത ഒരുത്തൻ, ഹല്ലേലൂയ, വില ഉള്ളമാരെല്ലാം എന്ത് ചെയ്യുന്നു? അടുത്ത് വരുന്നു, പുറകോട്ട് പോകുന്നു, അടുത്ത് വരുന്നു, പുറകോട്ട് പോകുന്നു. അയ്യോ എനിക്ക് പേടി, അയ്യോ വാതിലടച്ചിട്, നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകാം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. പൂതളമ്പോൾ സ്വത്രം അവിടെ മരുന്ന് കൊടുത്താൽ പറ്റുമോ? പൂതള ആളിന് അവിടെ ചെന്ന് 2 ഇഞ്ചക്ഷൻ, ഡോക്ടർ പറഞ്ഞ് 2 ഒരുമിച്ച് കൊടു, സ്വത്രം പിടിച്ചിട്ടെ കിട്ടുമോ? ഇല്ല, പോകത്തില്ല. പൂതം പോവോ? ഇഞ്ചക്ഷനില്ലേ, മരുന്നിൽ പോകുമോ? ഹല്ലേലൂയ. അപ്പോൾ മയക്ക് മരുന്ന് കൊടുക്കും, പോവോ? ഇല്ല. ലഗ്യോൻ്റെ ബാധ അഴിക്കാൻ പലരും നോക്കി, പറ്റിയോ? ഇല്ല. അതിന് മരുന്ന് വേറെയാ. ആ ശക്തിയാണ് നീ പ്രാപിക്കണ്ടേ. നിന്റെ കയ്യിൽ നല്ല മൂർച്ചയുള്ള വാള് കാണും, പക്ഷെ പ്രയോജനമില്ല. നീ യുദ്ധക്കളത്തിൽ ഇറങ്ങുമ്പോൾ നല്ല പൊക്കം നിനക്ക് കാണും, പ്രയോജനമില്ല. നീ യുദ്ധക്കളത്തിൽ ഇറങ്ങുമ്പോൾ ഒരു രോഗമില്ലാത്ത ഒരു ശരീരം കാണും, പ്രയോജനമില്ല. നീ യുദ്ധക്കളത്തിൽ ഇറങ്ങുമ്പോൾ മുഴുവൻ ലോകത്തിലുള്ള ആയുധ അഭ്യാസം മുഴുവനും പഠിച്ച ആളായിരിക്കും, പക്ഷെ പ്രയോജനമില്ല. എന്നാൽ ശത്രുവിനോട് പോരാടണമെങ്കിൽ സ്വർഗത്തിലെ ശക്തി നിങ്ങൾക്ക് എത്രക്ക് വെളിപ്പെട്ടെന്ന് എനിക്ക് അറിയത്തില്ല. 40 ദിവസം ഇവൻ വരും പോകും, വരും പോകും, വരും പോകും. ആര്? ഇസ്രായേൽ മക്കൾ, പേര് ഇസ്രായേൽ മക്കൾ വരും. പ്രാർത്ഥനയില്ലാത്ത, അഭിഷേകമില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, അഭിഷേകമില്ലാത്ത, വിശുദ്ധ ജീവിതമില്ലാത്ത, അതും ഇതുമൊക്കെ കണ്ട് നോക്കി സംസാരിച്ച് അതിൻ്റെ പുറകെ ഇതിൻ്റെ പുറകെയൊക്കെ നടന്നിട്ട് ആയുധം എടുത്തുകൊണ്ട് പോയാൽ പിന്നെ എന്ത് ചെയ്യും? നിന്റെ ആയുധം അവിടെ ഫലിക്കത്തില്ല. നീ ബാക്കിലോട്ട് വന്നോണ്ടോ നീ രക്ഷപ്പെട്ടെ? അർത്ഥം എന്താ? ആയുധമില്ലാതെ ശാസിക്കാൻ പോയാൽ അവന്മാരെല്ലാം കൂടെ അകത്ത് കയറും, കുളമാക്കിക്കളെ. മനസ്സിലാകുന്നുണ്ടല്ലേ? അവിടെ പോയ യുദ്ധക്കളത്തിൽ പോയി വേറെ ഒന്നും ചെയ്യണ്ട, അവിടെ ചെയ്യേണ്ടവൻ ചെയ്യും. ഓ സ്തോത്രം. ഭൂതത്തെ മാറ്റണമെങ്കിൽ, ഭൂതത്തെ ശാസിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാത്ത ഒരാൾ ചാടിക്കയറി ഒരു വരി പോലും പറയാൻ
ഒരു വാക്കോലും പറയാൻ, ഒരിടത്തും കയറാൻ, മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രാർത്ഥന വേണം, അഭിഷേകം വേണം, വിശുദ്ധ ജീവിതം വേണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അപ്പൻ ബാക്കിയുള്ള മിടുക്കന്മാരെ കണ്ടപ്പോൾ, ലോകം ബാക്കിയുള്ള മിടുക്കന്മാരെ കണ്ടപ്പോൾ, ലോകത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ അവർ പിന്നോട്ട് പോകുമ്പോൾ, ഇവരെ ക്ഷേമം അന്വേഷിക്കാൻ 1 ശമൂവേലിൻ്റെ പുസ്തകം 17-ാം അധ്യായത്തിനകത്തുണ്ട്. ക്ഷേമം അന്വേഷിക്കാൻ ആരെ പറഞ്ഞയച്ചു? അപ്പൻ ദാവീദിനെ പറഞ്ഞയച്ചു. ചില കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ട, എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു പേര് ലിസ്റ്റൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. അതൊന്നും ഞാൻ എടുക്കുന്നില്ല. സ്തോത്രം. അവിടെ വന്നു. അപ്പോഴും വന്നതും മല്ലൻ വന്നവിടെ നിന്നു. അവൻ ബാക്കിലോട്ട് പോയെന്നല്ല, ഫ്രണ്ടിലോട്ട് വന്നു. കാരണം എന്തെന്നറിയണം, നീ ആരോഗ്യം കണ്ടുള്ളൂ. ആത്മാവിൻ്റെ ആരോഗ്യം കാമേ വനത്തിനകത്ത് കിടന്ന് ലോകം കണ്ടില്ല, നാട്ടുകാർ കണ്ടില്ല, വീട്ടുകാർ കണ്ടില്ല, പട്ടണം കണ്ടില്ല. എന്നാൽ ഒറ്റയ്ക്കിരുന്നുള്ള പ്രാർത്ഥന, ആരുമില്ലാത്ത ഏകാന്ത തടവറയ്ക്കകത്ത്, ആമേ വനത്തിനകത്ത് തൻ്റെ ഓടക്കുഴലുമായി താൻ പാടി പ്രാർത്ഥിച്ച് എൻ്റെ അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ നടന്നവന്, അവനെക്കാളും പൊക്കമുള്ളവനെ കണ്ടിട്ടൊന്നും ഒരു പേടിയും. കാരണം എന്താ? ഇവൻ സ്വർഗത്തിലെ ദൈവത്തെ കണ്ടു. ഗോലിയത്തിനല്ല ഇവൻ കണ്ടേ, ഇവൻ കണ്ടത് സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന നസ്രയനാകുന്ന. അമ്മേ, പ്രാർത്ഥിക്കുന്നവൻ കാണുന്നത് അതാണ്. അഭിഷേകമുള്ളവൻ കാണുന്നത് പ്രശ്നമല്ല, അതിന്റെ നടുവിൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന യേശുവിനെ. നിന്റെ പ്രശ്നം നിനക്ക് മല പോലെ നിൽക്കുന്നതായിരിക്കാം, പക്ഷെ പ്രാർത്ഥിക്കുന്ന പൈതലാണ് നീ എങ്കിൽ നിന്റെ മുൻപിൽ മല പോലെ നിൽക്കുന്ന പ്രശ്നമല്ല നീ കാണുന്നത്. നിന്റെ മുൻപിൽ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന യേശുപ്പനെയാണ് കാണുന്നത്. സകലത്തെ തോൽപ്പിച്ച്, സകലത്തെ ഉടച്ച്, സകല ബന്ധനങ്ങളെ അടിച്ച് ജയത്തോടെ പുറത്തു വന്ന, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളി എവിടെ? മരണത്തെ പാതാളത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെയാണ് കാണുന്നത്. അതാരെ കാണൂ? പ്രാർത്ഥിക്കുന്നവൻ, അഭിഷേകമുള്ളവൻ, ആയുധമുള്ളവൻ. പ്രാർത്ഥനയുണ്ട്, വിശുദ്ധ ജീവിതമുണ്ട്. ഇനി അവൻ്റെ വേറൊരു ഗുണമുണ്ടല്ലോ. സ്തോത്രം, ഹല്ലേലൂയ. അവൻ 2 ഗുണമുണ്ട്. ഒന്ന്, ഒരിക്കൽ അഭിഷേകം, പഴയ ശക്തി കുറഞ്ഞു. നമുക്ക് വേദപുസ്തകത്തിലുണ്ട്, പഴയ ശക്തി കുറഞ്ഞു. അയാൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അന്നത്തെ ശക്തി എനിക്കില്ലപ്പാ. കാരണം സമ്മതിക്കാനുള്ള ഒരുക്കമുണ്ട്. നമ്മളെങ്കിൽ പറയും, ആര് പറഞ്ഞു കുറഞ്ഞു? ഇപ്പം പറഞ്ഞു കുറഞ്ഞു. എവിടെ നിന്ന് പറഞ്ഞു? എനിക്ക് അതിനേക്കാളും കൂടിയതേ, ഉള്ളതിൻ്റെ കൂടെ കുറച്ചുകൂടെ കള്ളം കൂടെ ഇട്ട് നമ്മൾ പറയും. പക്ഷെ ദാവീദ് അങ്ങനെയല്ല. ദൈവത്തോട് പറഞ്ഞു, എനിക്ക് അല്പ ശക്തി കുറവാണ്, കുറഞ്ഞുപോയി, എനിക്ക് ശക്തി വേണം. 2, ദാവീദ് കീഴടങ്ങി. 2, ദാവീദിൻ്റെ ഒരു ഗുണം, പാപം ചെയ്തു, സംഭവിച്ചു. പക്ഷേ പ്രവാചകൻ പറഞ്ഞപ്പോൾ വസ്ത്രം പറിച്ച് കീറി, രട്ടെടുത്ത് മുട്ടുമടക്കി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുള്ള മനസ്സ് വന്നു. ഈ 2 ഗുണം ഇന്ന് ലോകത്തിൽ അനേകർക്കില്ല. കുറവ് വെളിപ്പെടുത്തിയാൽ അവർ വീണ്ടും അങ്ങനെ ചെയ്യും. പക്ഷെ ചിലരങ്ങനെയല്ല. കുറവ് വെളിപ്പെടുത്തുമ്പോൾ അവർ വീണ് കിടന്ന് പ്രാർത്ഥിച്ച് രക്ഷപ്പെടും, വീണ് കിടക്കും, അതിന് രക്ഷപ്പെടും വരെ പ്രാർത്ഥിക്കും. കാരണം എന്താ? ദൈവം എന്നെ ഉണർത്തിച്ചല്ലോ. ഇങ്ങനെ 2 കാര്യങ്ങൾ ഈ മനുഷ്യന്. ഒന്ന്, നാഥാൻ പ്രവാചകൻ പ്രവചിച്ചപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ വീണ് ഉപവസിച്ച് കരഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ മാപ്പിന് വീണു, പാപം ചെയ്തത് ഏറ്റുപറഞ്ഞു. സ്തോത്രം. 2, ഈ മനുഷ്യൻ്റെ അഭിഷേകം കുറഞ്ഞപ്പോൾ പറഞ്ഞു, കർത്താവേ, പണ്ട് ഞാനിങ്ങനെയായിരുന്നു, പക്ഷെ ഇന്ന് അല്പം എനിക്ക് കുറഞ്ഞു പോയപ്പാ, എനിക്കത് തിരിച്ച് വേണം, എനിക്ക് ശക്തി വേണം. കേട്ടോ, ഉള്ളതില്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞില്ല, പിന്നെ ഇല്ലാത്തതില്ലെന്ന് തന്നെ അല്പം കുറഞ്ഞു. പക്ഷേ ആ സ്ഥാനത്തേക്ക് എനിക്ക് മടങ്ങി വരാൻ ആഗ്രഹമുണ്ട്. ഈ 2 കാര്യം പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണമേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ. നമ്മൾ പുതിയ നിയമത്തിൽ ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയപ്രകാരം ഉള്ള മനുഷ്യൻ. അപ്പോൾ അവൻ കാട്ടിൽ ദൈവത്തോട് കൂടെ പ്രാർത്ഥന. ലോകം അംഗീകരിക്കേണ്ട, ആരും അംഗീകരിക്കേണ്ട. അയാൾക്ക് മൈക്ക് വേണ്ട, പ്ലാറ്റ്ഫോം വേണ്ട,
കൂടുതൽ ജനങ്ങൾ വേണ്ട, അയാൾക്കുള്ള ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആരും അംഗീകരിക്കണ്ട, ആരും നോക്കണ്ട, ഒരു വിലയും വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. പക്ഷെ ഒരു ദിവസം ദാവീദിനെ അപ്പൻ വിട്ടതെന്തിനാ? നേരത്തെ ശൗലിനെ വിട്ടതെന്തിനാ? കഴുതകളെ കൊണ്ടുവരാൻ. ഇവിടെ ദാവീദിനെ അപ്പൻ വിട്ടതെന്തിനാ? ക്ഷേമം അന്വേഷിക്കാൻ. രണ്ടുപേരും വിട്ട ഒത്തു വന്നാണ്ടോ? ക്ഷേമം അന്വേഷിക്കാനാണ് വിട്ടത്. സംഭവിച്ചെന്തോന്ന് നോക്കണം, മറ്റത് സംഭവിച്ചെന്ന് നോക്കുമ്പോൾ മനസ്സിലാകും. ഇന്ന് ഇതിനകത്ത് നിങ്ങൾ വന്നത് ചില വിഷയത്തിനാണ്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല, നിങ്ങൾ പറഞ്ഞതല്ല, നിങ്ങൾ ചിന്തിച്ചതല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചതല്ല, നിങ്ങൾ കരഞ്ഞതല്ല. അത് ചിലപ്പം കിട്ടാൻ വൈകിയാലും തൊട്ടപ്പുറത്ത് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ദൈവത്തിന്റെ ശക്തിയെ പകർന്ന് അഭിഷേകത്താൽ നിറച്ചയക്കാൻ. ഓ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ക്ഷേമം അന്വേഷിക്കാൻ ദാവീദ് വരുമ്പോൾ ദാവീദ് ബാക്കിലോട്ട് പോയെന്നല്ല. ദാവീദ് വന്നപ്പോഴേ കണ്ടു കയ്യിലെല്ലാം ഇരിക്കുക. ആർക്കൊക്കെ കൊടുക്കാൻ? സഹസ്രാധിപന് കൊടുക്കണം, പിന്നെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കണം. നമ്മൾ പറയില്ലേ കപ്പലിൻ്റെ കൊണ്ടുകൂടി ചവച്ച് നിൽക്കട്ടെ എന്ന് പറയത്തില്ല, അതുപോലെ എന്തോ കൊണ്ടുകൊടുക്കാനൊക്കെ ഉള്ള ആ സാധനം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കൊടുത്തിട്ട് അങ്ങ് വിട്ടു. കൊടുക്കുകയാണ്. ആർക്കൊക്കെ കൊടുത്തെന്ന് പോലും ചിന്തയില്ല മനുഷ്യന്. കാരണം നോക്കിയപ്പോൾ ആരുണ്ടടാന്ന് വിളിക്കുന്ന ശബ്ദമാണ്. ചേട്ടന്മാരെല്ലാം അയ്യോ ഇതാ കൊല്ലുന്നേ. ശൗല് രാജാവിൻ്റെ കൂടെ നിൽക്കുന്നു. എല്ലാവരും ഒരുപോലെ ഇവൻ്റെ സഹോദരന്മാരെല്ലാം ഗോലിയോത്തിനൊക്കെ പൊക്കവും വണ്ണവും ആരോഗ്യവും കണ്ട് അവൻ്റെ ആയുധവും അവൻ്റെ എല്ലാം കണ്ടിട്ട് പുറകോട്ട് പോകുമ്പോൾ ഈ മല്ലൻ്റെ തൊട്ടിപ്പുറത്ത് ഫ്രണ്ടിൽ ഒരുവൻ നിൽക്കുന്നുണ്ട്. സ്വർഗവും ഭൂമിയും നിറഞ്ഞു. ദാവീദ് ഇങ്ങനെ നടന്നു വന്നത് ആ ദൈവത്തെ കണ്ടിട്ട് ഇങ്ങനെ നടന്നങ്ങ് വന്നു. ആമേൻ. അവൻ വന്നത് ഗോലിയോത്തിനെ കണ്ടിട്ടല്ല, ദൈവത്തെ കണ്ടിട്ട്. ആമേൻ, 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 ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അവൻ കണ്ടു. നമ്മൾ പലപ്പോഴും കാണാറില്ല. കർത്താവ് ഒരുപക്ഷെ അവൻ അവിടെ കാണിച്ചു കൊടുത്താണ്. ആരെ? ഇവനെക്കാളും വലിയ സർവശക്തനെ. മറ്റവന്മാർക്ക് ആർക്കും കാണാൻ പറ്റിയില്ല, അതാ പേടിച്ചോടിയെ. പക്ഷെ ഇതിന്റെ നടുവിലും ജയത്തിന്റെ പേര് മുഴക്കിക്കൊണ്ട് ഒരുവൻ ഇറങ്ങി നിൽക്കുകയാ. ഓ സ്തോത്രം. യോശുവയുടെ അടുക്കൽ ഇറങ്ങിയ സൈന്യത്തിന്റെ അധിപതി ഊരിപ്പിടിച്ച വാളുമായി യോശുവയുടെ മുൻപിൽ ഇറങ്ങിയതുപോലെ ഇവിടെയും സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ഒരുവനെ ഒരുപക്ഷെ ദാവീദ് കണ്ടിട്ടായിരിക്കാം നടന്നുപോയത്. ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നടന്നു ചെന്നു അല്ലേ? ജനക്കൂട്ടം എല്ലാം ഓടി ദാവീദിന്റെ അടുക്കൽ വന്നു. ഞാൻ ചിന്തിച്ചു, ഇവൻ ഈ തിരക്കിൽ, ഈ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്ന് ഇവൻ ഈ തിരക്കിൽ അപ്പം അതിലെന്നും ഒരു ചിന്തയും ഒരു ചിന്തയും ഇവൻ്റെ കൈ അങ്ങ് ഇവിടെ വിടുക കീശക്കകത്ത്. കാരണം അതെന്താ? അഭിഷേകത്തിൽ നിറഞ്ഞ് ചൊലിച്ച് തീയായി. ആത്മാവിൽ നിറഞ്ഞ് പ്രതികൂലം കാണുമ്പോൾ, പ്രശ്നം കാണുമ്പോൾ ഒളിച്ച് പേടിച്ചോടൊന്നുമല്ല, ശക്തിക്ക് മീതെ ശക്തി ധരിച്ചോണ്ട്. പ്രതികൂലം കാണുമ്പോൾ പേടിച്ചെന്നല്ല, പ്രശ്നം കണ്ടപ്പോൾ പേടിച്ചെന്നല്ല, പ്രതിസന്ധി കണ്ടപ്പോൾ പേടിച്ചെന്നല്ല, ശത്രുവിന്റെ മണ്ഡലം കണ്ടപ്പോൾ പേടിച്ചെന്നല്ല, അവൻ കൈയിട്ട് കല്ലെടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ജനക്കൂട്ടം എല്ലാം വന്ന് പറഞ്ഞു, നീ പിഞ്ചു ബാലനല്ലേ, നീ കോമള രൂപയല്ലേ, നിന്നെ കൊണ്ട് വല്ലതും പറ്റുമോ? നീ വീട്ടിൽ പോ, മക്കൾ വീട്ടിൽ പോ എന്നെല്ലാം ചേട്ടന്മാരൊക്കെ പറഞ്ഞു. അഹങ്കാരം ഇവിടെ വന്ന് ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ പറിച്ചു കീറി ഇടുന്നത് കാണാൻ ഇനി വന്നു. ഇതൊന്നും അതിലില്ല. ഞാൻ എൻ്റെ ഭാവനെ പറഞ്ഞതാണ്. ഒരുപക്ഷെ ചിലപ്പോൾ എന്ത് ചെയ്തിരിക്കാം നമ്മുടെ ശൈലിയിൽ. ചിലപ്പം നിന്നെ കീറി ഒട്ടിച്ച് തന്നെ നീ എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ച് ഒരുപക്ഷെ പറഞ്ഞു കാണും. പക്ഷേ ഒരുപാട് നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ പറയുമ്പോഴും ഇവനെ കൊല്ലുന്നവൻ എന്ത് കിട്ടും, ഇവനെ കൊന്ന എന്ത് കിട്ടും, എൻ്റെ അപ്പൻ്റെ അടുത്തിരിക്കാൻ പറ്റുമോ, ഒരു കൂട്ടം ജനത്തെ സ്വർഗത്തിലെത്തിക്കാൻ പറ്റുമോ, ഇവനെ തകർത്താൽ ഇവന്റെ പിടി കിടക്കുന്ന ഒരു കൂട്ടം പേരെ സ്വർഗത്തിലെത്തിക്കാൻ, അപ്പൻ്റെതാക്കി മാറ്റാൻ രാജ്യം കിട്ടുമോ? എന്ത് കിട്ടും, എന്ത് കിട്ടും, എന്ത് കിട്ടും, എന്ത് കിട്ടും, എന്ത് കിട്ടും, എന്ത് കിട്ടും, എന്ത് കിട്ടും? പ്രയോജനമില്ലാതെ അവൻ ഒന്നിനും പോകത്തില്ല. എങ്ങനെ? പ്രയോജനമില്ലാതെ ഒന്നിനും പ്രയോജനമില്ലാതെ ഒന്നിനും. സ്തോത്രം. ചിലരാണെങ്കിൽ ഒന്നാടിയാൽ മതി, അപ്പം വീഴും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഞാൻ വചനേ പറയും. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്
പാമ്പ് പാടി ഒന്നാടി, ഹവ്വ ഒന്ന് ചാടി ഒന്ന് അനങ്ങി നൃത്തം ചെയ്തു. പോയ കാര്യം. നമ്മൾ ആടേണ്ടടുത്തേ ആടാവൂ. ആടണ്ടാത്തവന്റെ മുമ്പിൽ ആടരുത്. കൃപ പോകും. ഹല്ലേലൂയ. അഭിഷേകം പോകും. അവൾ ആടാൻ പാടില്ലാത്തവന്റെ മുമ്പിൽ ആടി. ആരാ? പഴയ പാമ്പ്. പാമ്പ് പാടി, ഹവ്വ ആടി, നൃത്തം കളിച്ചു, ഭയങ്കര തിമിർപ്പ്. ഇതാ നടക്കുന്ന. കണ്ടോ? നൃത്തം ചെയ്യേണ്ടതിൻ്റെ മുമ്പില്, ആരാധിക്കേണ്ടവന്റെ മുൻപില്, ശബ്ദം കേൾക്കേണ്ട ശബ്ദമേ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആയോ ഇല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ചരിത്രം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനകത്തൊരു പെൺകുട്ടി, കുടുംബത്തിനകത്ത് പേരും മഹിമ എല്ലാം ഉണ്ട്. ഇവൾ പട്ടണത്തിൽ പോയിട്ട് വന്നപ്പോൾ കാര്യം പണിപാടി. ക്രിസ്തുവിൻ്റെ പൈതൽ പോകേണ്ടടുത്തേ അല്ലെങ്കിൽ പണി പാളും. നിങ്ങൾക്ക് കാര്യം അറിയാതുകൊണ്ട് എടുക്കുന്നില്ലേ? നീ പോകേണ്ട യാത്രയുണ്ട്, അല്ലെങ്കിൽ പണി പാളും. നീ ദൈവകൃപ നഷ്ടപ്പെട്ട് അശുദ്ധനായി മാറും. ഹല്ലേലൂയ. ദലീമ പാടി, ശിംശോൻ ആടി 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 അവളുടെ മടിയിൽ വീണു. അവൾ കൃപയെ വെട്ടിയെടുത്തു. അവൻ പൊട്ടക്കണ്ണനായി തുള്ളി. മനസ്സിലായോ? വീഴേണ്ട മടിയിലേ വീഴാവും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ആടേണ്ടടുത്തേ ആടാവൂ, പാടേണ്ടടുത്തേ പാടാവൂ, കേൾക്കേണ്ട പാട്ടേ കേൾക്കാവൂ, കേൾക്കേണ്ടവരുടെ ദൂതേ കേൾക്കാവൂ, കേൾക്കേണ്ട വചനമേ കേൾക്കാവൂ. ഇല്ലെങ്കിൽ പോക്ക. ജീസസ്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ആവശ്യമില്ലാത്തടത്ത് പോയാൽ ഒരു മണവാട്ടി പൈതലിനെ പോകേണ്ട സ്ഥലം ഉണ്ട്. ദാവീദ് ഇങ്ങനെ നിൽക്കുക, കല്ലിട്ട് നിൽക്കുക. അപ്പൊ പറഞ്ഞു ഇന്ന എല്ലാം കിട്ടും. സ്വത്രം. അടുത്തും ഇവൻ ഫയർ ചെയ്ത് വരുമ്പോൾ സ്വത്രം ഇവനാണ് വരുന്നത്. ഇവനെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി, പറ്റിയില്ല. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോവുക. അടുത്തും വചന ശുശ്രൂഷയുണ്ട്. സ്വത്രം. ദൈവത്തിന് സ്വത്രം. അപ്പോൾ ദാവീദ് ഫ്രണ്ടിലോട്ട് പോവുകയാണ്. പോകുമ്പോൾ ബന്ധുക്കളും സഹോദരങ്ങളും രാജാവും എല്ലാം വന്ന് നിരുത്സാഹപ്പെടുത്താൻ നോക്കി. എന്നാൽ പ്രാർത്ഥിക്കുന്നവൻ പിശാചിനെ കണ്ട പേടിക്കുകയില്ല, ഓടുകയില്ല, തളരുകയില്ല, ഉരുളുകയില്ല. കാരണം അവൻ കാണുന്നത് പിശാചിനല്ല, അവന്റെ തലയെ തകർത്ത നാസ്രയനാകുന്ന യേശുവിനെ. നീ ആരെ കണ്ട പേടിക്കുന്നേ? നീ രാജകീയ പുരോഹിത വർഗം എന്നുള്ള കാര്യം മറന്നുപോയോ? ക്രിസ്തുവിന്റെ മണവാട്ടി എന്നുള്ള കാര്യം മറന്നുപോയോ? ഹല്ലേലൂയ. ഇവൻ കല്ലെടുത്തു, കമണയിൽ വെച്ചു. പ്രാർത്ഥിക്കുന്നവൻ, അഭിഷേകമുള്ളവൻ, വിശുദ്ധ ജീവിതത്തിൽ നയിക്കുന്നവൻ. ആര്? പ്രാർത്ഥിക്കുന്നവൻ, അഭിഷേകമുള്ളവൻ, പാപത്തെ ജയിക്കാൻ ആഗ്രഹമുള്ള, കർത്താവിനോട് കൂടെ നടക്കാൻ ആഗ്രഹമുള്ള ആ മനുഷ്യൻ. ആ കല്ലും കമണ അവൻ്റെ കയ്യിലൊന്നുമില്ല. ഗോലിയത്ത് പറഞ്ഞു, നീ ഇന്ന് തീരുവടാ, നീ ഇന്ന് തീർന്നത് തന്നെ. ഇവൻ പറഞ്ഞടാ, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ നാമത്തിൽ. നമ്മൾ ഏത് നാമത്തിലാണ് വരുന്നത്? സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ നാമത്തിൽ. ഓ ഓ ഓ ആമേ. നമ്മൾ വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ വരുന്നത് നമ്മുടെ നാമത്തിലല്ല, പള്ളിയുടെ നാമത്തിലല്ല, പള്ളിയിലെ ഒരു മനുഷ്യന്റെ നാമത്തിലല്ല. നമ്മൾ വരുന്ന ദേശത്തിന്റെ നാമത്തിലല്ല, നമ്മൾ അയൽവാസിയുടെ നാമത്തിലല്ല, നമ്മളെ ജനിപ്പിച്ച നമ്മുടെ അപ്പന്റെ അമ്മയുടെ നാമത്തിലല്ല. നമ്മൾ വരുന്ന സൈന്യത്തിന്റെ ഉടമസ്ഥരാകുന്ന, സാത്താന്റെ തലയെ ചതച്ചരച്ച, സാത്താനെ ഉടച്ച ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ആരാധന, രാജാധിരാജാവിൻ ആരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ, പാടുന്നു ഞാൻ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അങ്ങയ്ക്കു തുല്യനായ ആരും ഇല്ല, അങ്ങല്ലാതെ വേറെ ദൈവമില്ല. അങ്ങയെ മാത്രം ഞാൻ വണങ്ങിയിടുന്നീ, നീയാണെൻ ദൈവമേ എൻ പിതാവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ, പുതുവഴി ഒരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നു കാക്കുന്നവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പേടിച്ചോടിയ കാരണം എന്താ? ആയുധമില്ല. ഈ കളത്തിൽ നിൽക്കണമെങ്കിൽ ആയുധം വേണം. ആ ആയുധം വാളും പരിചയമല്ല. പ്രാർത്ഥിക്കാൻ മുട്ടും മടക്കിയാൽ നിന്റെ വീട്ടിനകത്ത് ചില വിട്ടുതലുകൾ, കെട്ടുകൾ പൊട്ടും, ബന്ധനങ്ങൾ അഴിയും, ചങ്ങലകൾ അഴിയും, ദുർഭൂതങ്ങൾ കാത്തും, ദുരാത്മ മണ്ഡലങ്ങൾ അഴിയും, ദുർമന്ത്രവാദ കെട്ടുകൾ അഴിയും, നിങ്ങൾക്കെതിരെയുള്ള ചില ഇരുട്ടുകൾ ഉടയും. നിന്റെ കുടുംബത്തിനകത്ത് കെട്ടിപ്പൂട്ടിയ ചങ്ങല അവിടെ ഇരിക്കത്തില്ല. അഭിഷേകം പ്രാപിച്ചിറങ്ങുമ്പോൾ ഒരു തീ അവിടെ ഇറങ്ങി ചെല്ലും, അഗ്നി ഇറങ്ങി ചെല്ലും, ആ തീ ഇറങ്ങി ചെല്ലും. മാത്രമല്ല, അഭിഷേകം നിന്റെ മേൽ ഇറങ്ങുമ്പോൾ പാപത്തെ ജയിച്ച് നീ മുന്നോട്ട് പോകും. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവൻ ആ കൃപയോടെ ചെന്നു, അധികാരത്തോടെ ചെന്നു, അഭിഷേകത്തോടെ ചെന്നു. എടാ, നിന്റെ കയ്യിൽ വാളുണ്ട്, എൻ്റെ കയ്യിൽ ദൈവമുണ്ട്. നിന്റെ കയ്യിൽ പരിചയമുണ്ട്, എൻ്റെ എൻ്റെ വായിൽ നീ നിന്നിച്ച നാമമുണ്ട്. എടാ, നിന്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്, എൻ്റെ കയ്യിൽ സർവശക്തനുണ്ട്. ആ സർവശക്തന്റെ കയ്യിൽ ഞാനാണ്. എന്നിൽ യേശു, യേശുവിൽ ഞാനും. ഹല്ലേലൂയ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പക്ഷേ അഭിഷേകമുള്ളവൻ്റെ വായിൽ വേറെ ഒരു ശബ്ദവും നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കും വരും. നമ്മളെല്ലാവരും അഭിഷേകമുള്ളവരല്ലേ? പ്രശ്നം വരുമ്പോൾ ഏതൊക്കെ വാക്ക് വരുമെന്ന് തൊട്ടപ്പുറത്ത് നോക്കിയാൽ അങ്ങോട്ട് മാറി. ഞാൻ അഭിഷേകം അങ്ങോട്ട് മാറിയില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് സംസാരിക്കാം. കണ്ടിട്ടുണ്ടോ? ആ പ്രശ്നം വരുന്ന സമയം അഭിഷേകത്തിന് അഴിഞ്ഞ് അങ്ങോട്ട് വെച്ചിട്ട് രണ്ട് പറഞ്ഞിട്ടേ ഇനി ബാക്കി കാര്യം. ദാവീദ് അങ്ങനെയല്ല. രണ്ട് കാര്യം പറയാനില്ല, മൂന്ന് കാര്യം പറയാനില്ല. ഇനി തലകുത്തനെ ഇപ്പം ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നു പറഞ്ഞാലും അഭിഷേകമുള്ളവൻ്റെ വായിൽ വരുന്നതേ വരൂ. ഇതിലൊക്കെയാണ് തിരിച്ചറിയുന്നത് അഭിഷേകം ഉണ്ടോന്ന്. ഉപദേശിക്കും, വഴക്ക് പറയും, തല്ലുകൊടുക്കും, എല്ലാം നടക്കും. വീട്ടിലുള്ള മക്കളുടെ കാര്യം തല്ലൊക്കെ കൊടുക്കും. പക്ഷെ പറയേണ്ടതേ അഭിഷേകമുള്ള ഒരു ലക്ഷ്യമാണ്. സ്തോത്രം. ഇതെല്ലാം പറഞ്ഞിട്ടും ദാവീദിൻ്റെ മേൽ അഭിഷേകം ഉള്ളതുകൊണ്ട് അയാൾക്ക് വരേണ്ടതേ വന്നുള്ളൂ. പതുക്കെ കൈയിട്ട് മറ്റേ ഇപ്പം പറത്തി കളയാന്ന് പറഞ്ഞു വന്നു കേട്ടോ. സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവ് കല്ലെടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആത്മാവ് പറഞ്ഞു, മോനെ വേറെ ഒരിടത്തുമല്ല, നീ നോക്കി ആ നെറ്റിലോട്ട് നോക്കി. പരിശുദ്ധന്മാവ് ആഴത്തിലങ്ങ് വെളിപ്പെടുത്തും, ആഴം വെളിപ്പെടുത്തും. ആത്മാവ് എന്ത് വെളിപ്പെടുത്തും? ആഴങ്ങളെ വെളിപ്പെടുത്തും അല്ലേ? കൊരിന്ത്യർക്ക് ലേഖനത്തിനകത്ത് ആ വാക്യമുണ്ട്. പരിശുദ്ധന്മാവ് എന്ത് ചെയ്യും? ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് ആഴം എന്ത് ചെയ്യും? ആഴം വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. 10 വാക്യം 2:10. 1 കൊരിന്ത്യർ 2:10. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ദൈവത്തിൻ്റെ ആഴങ്ങളെ ആരായുന്നു. ആത്മാവ് ആരായി. കർത്താവ് സംസാരിച്ചു, മോനെ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്താ സംഭവിച്ചേ? ദൈവത്തിന് സ്തോത്രം. നോക്കിയപ്പോൾ വേറെ ഒന്നുമല്ല സംഭവിച്ചത്. കർത്താവ് പറഞ്ഞു, നോക്കിയേ, അവിടെ ഒരു ശകലം ഗ്യാപ്പ് കിടക്കുന്നു, അവിടോട്ട് നോക്കി ആ കല്ലിനെ അടിക്കാൻ പറഞ്ഞു. അതേറ്റവും പ്രധാനപ്പെട്ട സ്ഥലമായിരുന്നു. ആ പ്രധാനപ്പെട്ട ഒരുപാടൊന്നും ഓടേണ്ടി വന്നില്ല. അർത്ഥം എന്താ? യേശുവിൻ നാമത്തിൽ വഴിമാറ തിന്നു. തുള്ളിയില്ല, ആടിയില്ല, ഇടിച്ചില്ല, തുറപ്പെടുത്തില്ല,
അപ്പോൾ ഇവിടെ ഇത് ദാവീദ് പതുക്കെ അങ്ങ് കല്ലെടുത്തു, ഒന്നും പറയല്ല, ഒറ്റയടി യേശുവിൻ നാമത്തിൽ പോ. സഡൻലി ഗോലിയത്ത് താഴെ. എന്താ കാര്യം? എടാ, നീ കാണുമ്പോൾ ആ വണ്ണവും പൊക്കമൊന്നും ഇല്ലെങ്കിലും അവൻ്റെ അകത്തെ മനുഷ്യ ബലപ്പെട്ടതാ. കൃപാവരങ്ങളെ നിറഞ്ഞിരിക്കുക, പ്രാർത്ഥിച്ച് അപ്പനോട് കൂടെ നടക്കുക. അവന് വേറെ ആരോട് സംസാരിക്കയില്ല. അവൻ മരുഭൂമിയിൽ മുഴുവൻ സംസാരം മുഴുവൻ യേശുവിനോടാ. എടാ, നീ അറിയാത്തൊരു പ്രാർത്ഥന അവനുണ്ടെന്നേ. അവൻ പള്ളി വന്ന 2 വരിയെ പ്രാർത്ഥിക്കൂ. അവൻ വേറെ എവിടെയെങ്കിലും പ്രാർത്ഥിക്കാൻ കിട്ടും 2 വരിയെ പ്രാർത്ഥിക്കൂ. അവൻ ആരെങ്കിലും അവസരം കൊടുക്കുകയാണെങ്കിൽ 2 വരി പാടും, അത്രേ ഉള്ളൂ. പക്ഷെ അവന്റെ രഹസ്യത്തിലുണ്ടല്ലോ, രഹസ്യത്തിലുണ്ടല്ലോ, അവൻ രാത്രി എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, പകൽ പ്രാർത്ഥിക്കുകയാണ്, മരുഭൂമി പ്രാർത്ഥിക്കുകയാണ്, പാറക്കെട്ടിനകത്ത് പ്രാർത്ഥിക്കുകയാണ്, ആടുകളെ മേയ്ക്കാൻ വിട്ടിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അരിമനാഥനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവനും ദൈവം ആ സംഭാഷണം. എടാ, നിനക്ക് ആ സംഭാഷണം അറിയത്തില്ല. അതുകൊണ്ട് നീ യുദ്ധക്കളത്തിലിറങ്ങി താഴെ തള്ളിയിട്ടു. അവന് തലയെ വെട്ടി കയ്യിലെടുത്തു. അവൻ്റെ വാള് കൊണ്ട്, ആരുടെ വാല്? ഗോലിയത്തിൻ്റെ വാള് കൊണ്ട് വന്നത് ക്ഷേമം അന്വേഷിക്കാൻ, തിരിച്ചു പോയത് ഒരു പട്ടണത്തെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്ന്. വന്നത് ക്ഷേമം അന്വേഷിച്ച്, പക്ഷെ തിരിച്ചു പോയത് ഇസ്രായേൽ മക്കളെ മുഴുവനും തകർത്ത് കളയും, അടിമകളാക്കി കളയും എന്ന് പറഞ്ഞ ഫെലിസ്ത്യനെ തകർത്ത് ആമേൻ. ആ ഫെലിസ്ത്യന്റെ തലയുമായി അവൻ തല പൊക്കാതെ, ആരാധனை நாயகன் நீரே, ஆராதனை வேண்டனும் நீரே, ஆராதனை நாயகன் நீரே, ஆராதனை வேண்டனும் நீரே, ஆயுள் முடியும் வரை உம்மை தொழுதிடுவேன், ஆயுள் முடியும் வரை உம்மை தொழுதிடுவேன், ஆராதனை நாயகன் இயேசு, ஆராதனை வேண்டனும் இயேசு, ஆராதனை நாயகன் இயேசு, ஆராதனை வேண்டனும் இயேசு, ஆயுள் முடியும் வரை உம்மை தொழுதிடுவேன், ஆயுள் கிருபா உம்மை தொழுதிடுவேன், ஆராதனை நாயகன் நீரே, ஆராதனை வேண்டனும் நீரே, ஆராதனை நாயகன் அப்பா, ஆராதனை വേണ്ടനും യേശു. ഹല്ലേലൂയ. ആരാധനയ്ക്കും ബഹുമാനത്തിനും പുകഴ്ചയ്ക്കും സകലത്തിനും യോഗ്യനാരാ? നമ്മളെ യേശു ക്രിസ്തുവാണ്. ഇവനിവിടെ വന്നത് സ്വത്രം ക്ഷേമം അന്വേഷിച്ച് പോയത് ഒരു വലിയ സൈന്യത്തെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് തെറ്റിച്ച് അവൻ തോളത്തിരിക്കുകയാണ്. തോളത്തിരിക്കുമ്പോഴും ദൈവകൃപ വിട്ടിട്ടില്ല, പൊങ്ങച്ചയില്ല. ശൗൽ 1000 കൊന്നു, കണ്ടോ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. എന്നിട്ടും ഒരു പ്രശംസയില്ല, ഒരു പുകഴ്ചയുമില്ല, ഒരു പൊങ്ങച്ചവുമില്ല, ഒരു പൊങ്ങച്ചയില്ല. കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസന്, അങ്ങയുടെ ദാസി, പറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ. ക്ഷേമത്തിനാണ് എൻ്റെ അപ്പൻ അയച്ചെങ്കിലും അപ്പൻ അറിഞ്ഞൂടാത്ത, എനിക്കറിഞ്ഞൂടാത്ത ഒന്നെൻ്റെ ദൈവം ഒരുക്കി, അതൊരു ഉപകരണമായി എന്നെ നിർത്തി യുദ്ധക്കളത്തിലിറങ്ങി. അത്രേ ഇവിടെ നടന്നുള്ളൂ. കണ്ടോ? ഇങ്ങനെ ജീവിക്കുന്നവരാരേ ഉള്ളൂ? ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവരിങ്ങനെയാണ്. അവർ പൊങ്ങച്ചം പറയത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചു, ഇങ്ങനെ നടന്നു, ഞാൻ ചെയ്തു, ഇങ്ങനെ നടന്നു, ഞാൻ ഓടി, ഇങ്ങനെ അവിടെ കൂടെ പിടിച്ചു, ഇങ്ങനെ പോയി, ഇങ്ങനെ അങ്ങനെയായി പറയത്തില്ല. മുഴുമഹത്വം ദൈവത്തിന്, മുഴുമഹത്വം. നമുക്ക് മനസ്സിലായോ? മുഴുമഹത്വം ആർക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ അഭിനന്ദനം കൊടുക്കൂലെന്നല്ല. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 7 സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ ഒന്ന് ദൈവം ആരെന്ന് തെളിയിച്ചു. എഫെസോസിൽ സഭയുടെ ദൂതൻ എഴുതുക,
നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് ആദ്യം എഴുതി. രണ്ടാമത് എന്തെഴുതിയെന്നറിയാമോ? ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിന്റെ പ്രവൃത്തി നീ ശീതവാനുമല്ല, കുറ്റം വെളിപ്പെടുത്തി. മനസ്സിലായോ? ഇനി അടുത്ത് നോക്കുമ്പോൾ നീ എൻ്റെ വചനം, അതെന്തോന്നാണ്? കുറ്റമാണോ? അഭിനന്ദനം. കർത്താവ് അങ്ങനെയാണ്. കർത്താവ് എന്ത് ചെയ്തു? പത്രോസിനെ യേശു അഭിനന്ദിച്ചു. എവിടെ അഭിനന്ദിച്ചേ? പത്രോസ്, നിനക്കിത് ആരാ വെളിപ്പെടുത്തിയേ? സ്വർഗത്തിലെ ഈ ജനത്തിൻ്റെ മുമ്പിൽ ആരാ അഭിനന്ദിച്ചു? വഴക്കം കൊടുത്തു. അഭിനന്ദിക്കരുത്. ഇനി വെളിപ്പാട് ധനിക്കുമ്പോൾ കർത്താവ് ആരെന്ന് പറയും? കുറ്റം പറയും. ഇനി അഭിനന്ദിക്കാൻ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തും. അടുത്ത് മടങ്ങി വരേണ്ടത് പറയും. മടങ്ങി വന്നാൽ എന്ത് കിട്ടുമെന്ന് പറയും. മടങ്ങി വന്നില്ലെങ്കിൽ എന്താകുമെന്നും. ഇതാണ് യേശു. എന്തെങ്കിലും ക്രിസ്തുവിന് ഹിതമുള്ള ചെയ്താലും ആര് വിളിച്ചു പറയും? അതിൻ്റെ കൂട്ടത്തിൽ ക്രിസ്തുവിന് ഹിതമില്ലാത്തതും ആര് വിളിച്ചു പറയും? എല്ലാം ഉണ്ട് അതിൽ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ സ്തോത്രം. പട്ടക്കളത്തിന് തിരിച്ചു പോകുമ്പോൾ ദാവീദ് കുറച്ചും കൂടെ കർത്താവിൻ്റെ കൃപയിൽ നിറഞ്ഞ് അയാളൊരു സ്വപ്നം പോലെ തോളത്തിരുന്ന് പോവുകയാണ്. അയാൾക്കൊരു സ്വപ്നം മാത്രം. ദൈവമേ, അങ്ങ് പറഞ്ഞതേ ചെയ്തിട്ടുള്ളൂ. ഇനി മറ്റൊരു പോവുക, പെട്ടെന്ന് നിർത്താൻ പോകുന്നു. വായിച്ചേ മറ്റേ 1 ശമൂവേലിൻ്റെ പുസ്തകം സ്തോത്രം 9-ാം അധ്യായം അടുത്ത വാക്യം വായിച്ചേ. എവിടെ നിൽക്കുക? ഇപ്പം എവിടെ നിൽക്കുക? ഭൃത്യനും ശൗലും കൂടെ ഇപ്പം എവിടെ നിൽക്കുക? ശൗലും കൂടെ പ്രവാചകൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. ആരുടെ അടുക്കൽ? ശമൂവേൽ പ്രവാചകൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. പ്രവാചകൻ്റെ അടുക്കൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബാക്കി നമ്പർ പറഞ്ഞേ. 16-ന്റെ ബി പാർട്ട്. നന്നായിട്ട് 16-ന്റെ ബി പാർട്ട്. 1 ശമൂവേൽ 9-ാം അധ്യായം 16-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കലെത്തിയിരിക്കുക കൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അടുത്ത വരി. ശമൂവേൽ ശൗലിനെ കണ്ടപ്പോൾ യഹോവ അവനോട് ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാ. നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ അപ്പൻ്റെ ശബ്ദം ഒട്ടനെ ആര് കേട്ടു? അഭിഷേകമുള്ളവൻ കേൾക്കും, കൃപയുള്ളവൻ കേൾക്കും. ശൗൽ അടുത്ത് വരുമ്പോൾ തന്നെ ദൈവം പറഞ്ഞു, മോനെ, ഇവനാണ് ഞാൻ പറഞ്ഞവൻ, ഇവനാണ്. ഇന്ന് ഇതിനകത്ത് കർത്താവ് ചില മക്കളെ കണ്ട് തൊട്ടോണ്ടിരിക്കുക. ഇതിനകത്ത് യേശുപ്പൻ നമ്മുടെ നടുവിലുണ്ട്. 7 നിലവിളക്കിൻ്റെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കെട്ടി അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, തത്വത്തിൽ മുദ്രയായവൻ, ഇരുന്നവൻ, ഇരിക്കുന്നവൻ, വരുന്നവൻ, സാറാപ്പുകൾ ആരാധിക്കും പരിശുദ്ധൻ, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സകലനാമത്തിന് മേലായ നാമമുള്ള മറ്റൊരുവൻ രക്ഷയില്ലാതെ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട ഒരേ നാമമായ യേശുക്രിസ്തു ഈ ആലയത്തിനകത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കുകയാണ്. അങ്ങ് തൊട്ടോണ്ടിരിക്കുകയാണ്. നീ വന്നത് ചില വിഷയത്തിനായിട്ട്, എന്നാൽ തിരിച്ചു പോകുമ്പോൾ നിന്നെ ഒതുക്കിയ ചില മണ്ഡലങ്ങളെ തമ്പെ ആത്മാവിൽ നിറഞ്ഞ് പരാജയപ്പെടുത്തി വന്നത് ക്ഷേമാന്വേഷിക്കലായിരിക്കും. പക്ഷെ തിരിച്ചു പോകുന്ന നിന്റെ ദേശത്ത്, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിനകത്ത് ഒതുക്കാൻ ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ തച്ചുടച്ച ആത്മാവിന്റെ ശക്തിയോടെ ശക്തി പ്രാപിച്ചേ. നീ ഒഴിഞ്ഞ പാത്രമായിട്ടായിരിക്കാം വന്നേ. എന്നാൽ നീ തിരികെ പോകുമ്പോൾ ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ ബലത്തോടെ, ആത്മാവിന്റെ അഭിഷേകത്തോടെ, ആ കൃപ, ആ ദൈവശക്തി, ആ ദൈവത്തിന്റെ അഭിഷേകം ഓരോരുത്തരുടെ മേലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർത്താവ് ശൗൽ വന്ന ഉടനെ പ്രവാചകനോട് പറഞ്ഞു, മോനെ, ഞാൻ പറഞ്ഞില്ലേ, അവൻ തന്നെ. ആള് തെറ്റത്തില്ല, ആള് മാറി അഭിഷേകം വീഴത്തില്ല, ആള് മാറി ഇന്ന് അഭിഷേകം പോകത്തില്ല.
നിന്നെക്കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ മേൽ തന്നെ ആ അഭിഷേകത്തെ പകരാൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ യേശുവിന് ആൾ തെറ്റത്തില്ല, എൻ്റെ യേശുവിന് ആൾ മാറത്തില്ല. ഒരുപക്ഷെ ശമൂവേലിന് മാറിയാൽ എന്ന് കരുതി യേശു പറഞ്ഞു കൊടുത്തു, ദൈവം പറഞ്ഞു കൊടുത്തു, മോനെ ഇതാന്ന്. പക്ഷെ മനുഷ്യന് തെറ്റുപറ്റും, ദൈവത്തിന് തെറ്റുപറ്റില്ല. അല്ലെങ്കിൽ അടുത്ത വാക്യം വായിച്ചേ. ഇവനാകുന്നു എന്റെ ജനത്തെ ഭരിപ്പാനുള്ളവൻ എന്ന് കൽപ്പിച്ചു. അന്നേരം ശൗൽ ഇവനാകുന്നു എൻ്റെ ജനത്തെ, ദൈവം നമുക്ക് തരുന്ന കൃപയെ വ്യർത്ഥമാക്കി. ഏത് വാക്യമാണിത്? 2 കൊരിന്ത്യർ 6:1. ദൈവം നമുക്ക് തന്ന കൃപയെ എന്ത് ചെയ്യില്ലേ? വ്യർത്ഥമാക്കി. ശൗലിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴൊക്കെ ഞാൻ ഇത് പറയുന്ന കാരണമുണ്ട്. നമുക്ക് തന്ന കൃപയെ വ്യർത്ഥമാക്കി കളയരുത്, വ്യർത്ഥമാക്കി കളയരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇവൻ എന്തിനു വേണ്ടിയാണ് ദൈവം അഭിഷേകം ചെയ്യുന്നത്? ഒന്നുകൂടെ വായിച്ച വരി. ശൗലിനെ കണ്ടപ്പോൾ യഹോവ അവനോട് ഞാൻ നിന്നോട് അരുളി ചെയ്ത ആൾ ഇതാ ഇവനാകുന്നു. ഞാൻ നിന്നോട് അരുളി ചെയ്ത ആളുണ്ടല്ലോ, നിന്റെ അടുത്ത് വന്ന ഇവൻ തന്നെ. അടുത്ത വരി. ഇവനാകുന്നു എന്റെ ജനത്തെ ഭരിപ്പാനുള്ളവൻ. ഇതിനകത്തിരിക്കുന്ന ഓരോ മക്കളെ കുറിച്ചും കർത്താവിന് പറയുന്നുണ്ട്, മക്കളെ നീ ഇന്ന് ഏത് വല്ലാത്ത ആളായിരിക്കും, വേറൊരു വിഷയത്തിന് വേണ്ടിയാണ് വന്നേ, പക്ഷെ നിന്റെ മേൽ ഇന്ന് വീഴാൻ പോകുന്ന അഭിഷേകം അസാധാരണ അഭിഷേകമാണ്. ചിലതിനെ കീഴടക്കാൻ, ചിലതിനെ ഉടയ്ക്കാൻ, ചിലതിനെ തച്ചുടയ്ക്കാൻ, ചില ദുഃഖങ്ങളെ പൊട്ടിക്കാൻ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. യേശു കർത്താവ് നമ്മുടെ ആലയത്തിനകത്തുണ്ട്. നീ ചില വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ദൈവം ഇന്ന് തരുന്ന അതല്ല. ചിലപ്പോൾ അത് തരുമായിരിക്കാം, ചിലപ്പോൾ അതിലപ്പുറമായി ദൈവം നിന്നെ ഇന്ന് തൊട്ട് അനുഗ്രഹിക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു സൈന്യത്തെ കർത്താവിനായിട്ട് നേടിയെടുക്കുവാൻ എങ്ങനെ നിന്ന് നേടിയെടുക്കണം? കാച്ചാൻ പറ്റത്തില്ല, തീ കത്തിക്കൊണ്ടിരിക്കും. കർത്താവിൻ്റെ പൈതൽ ഇന്ന് പിശാചിനെ കാണുമ്പോഴേ അറിയാം അവിടെ തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? ഗോലിയത്തിൻ്റെ അടുക്കൽ ഒരു തീ നിന്ന് സ്വർഗം. ചുമ്മല്ല മല്ലൻ വീണേ അവിടെ സ്വർഗം യേശുപ്പച്ചൻ ഇറങ്ങി നിന്നു. കർത്താവ് അവനെ കൈവിട്ടില്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ആഴമായി ദൈവം നമുക്ക് സംസാരിക്കുമ്പോൾ ഇതിവിടെ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഇത് ആരാധിക്കുന്നുണ്ട്, കൃപ പ്രാപിക്കുന്നുണ്ട്, ഉപദേശം പ്രാപിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും ഇത് നമ്മൾ സ്വീകരിച്ചോളണം. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത വാക്യം വായിക്കുമ്പോൾ അതിലെത്തിയിരിക്കുന്നു, അന്നേരം ശൗൽ പടിവാതിൽക്കൽ ശമൂവേലിന്റെ അടുക്കലെത്തി. ഇത് സംസാരിച്ച ഉടനെ ശമൂവേൽ പ്രവാചകൻ പടിവാതിക്കലെത്തി. അടുത്ത് ദർശകന്റെ വീട് എവിടെ എന്ന് പറഞ്ഞു തരണമേ എന്ന് ചോദിച്ചു. ഇത് പറഞ്ഞു തീർന്ന് ഇവിടെ വരെ വന്നതും ഇവിടെ ചോദിക്കുകയാണ്. വായിച്ചേ. ശമൂവേൽ ശൗലിനോട്, ദർശകൻ ഞാൻ തന്നെ. നോക്കിയേ, ഇതിപ്പോ ആരോടാ വന്ന് ചോദിച്ചത്? ശൗൽ ഈ ദർശകനോട് തന്നെ വന്ന് ചോദിച്ചേ. വഴി തെറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? അപ്പൻ വിട്ട വഴി തെറ്റത്തില്ല. നിന്നെ ദൈവം ഒരിടത്ത് വിട്ടാൽ വഴി തെറ്റില്ല. എടുത്ത് ചാടിപ്പോയ പോക. കർത്താവയച്ചാൽ സകല റൂട്ടും പരിശുദ്ധാത്മാവ് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. പരിശുദ്ധാത്മാവ് എത്തിക്കും. അബ്രഹാമിൻ്റെ മകനാകുന്ന ഇസഹാക്കിന് ഒരു പെൺകുട്ടിയെ വേണം, കല്യാണം കഴിക്കാൻ ഒരു പെൺകുട്ടിയെ വേണം. എലിയാസർ പറഞ്ഞയക്കുകയാണ്. പെണ്ണ് കാണേണ്ട ചെക്കൻ പോയില്ല. ആരെ കാണാൻ? നമ്മൾ ഇന്നാണെങ്കിലോ ഒരു 50 പ്രാവശ്യം അവളെ കാണാതെ അവൻ കിട്ടൂല. എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിലോ ചിലപ്പം കാലിങ്ങനെ വെച്ചിരുന്ന നമ്മൾ പറയും ഒരു കാലില്ലാത്ത കുട്ടിയാണ്. കണ്ടിട്ടില്ലേ? ചിലപ്പോൾ ഫോട്ടോ കാണുമ്പോൾ ഒരു കാല് ഇങ്ങനെ നടന്നു വരുന്ന പോസ്റ്റിലായിരിക്കും. നമ്മളെ കണ്ണിൽ എന്തോന്ന് കാണത്തില്ല, ഒരു കാല്. നമ്മൾ പറയാം ആ കൊച്ചിന് ഒരു കാല് ഇല്ലാതെ അങ്ങോട്ട്. മനസ്സിലായില്ലേ? ഇതുപോലെ ഓരോ കാര്യങ്ങൾ നോക്കും. അന്ന് അബ്രഹാം നോക്കിയതും ദൈവത്തെ, ഈസഹാക്ക് നോക്കിയതും ദൈവത്തെ. അബ്രഹാമിനും പെണ്ണിനെ കാണണ്ട. ഇന്നാണെങ്കിലോ അപ്പൻ പോകും, അമ്മ പോകും, വീട്ടുകാരെല്ലാം പോകും. അതൊരു പ്രാവശ്യമല്ല മക്കളെ, ഒന്നുകൂടെ ഞാൻ വന്ന് നോക്കട്ടെടാ എങ്ങനെയാണെന്ന് എന്ന് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആക്കാം. ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ഒന്നുകൂടെ ഞാൻ ഒന്ന് നമ്മളൊരു 10 പ്രാവശ്യം പോയിട്ട് അത് കൺഫേം ആക്കത്തുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ വന്നു തീരുമ്പോൾ പ്രശ്നം അല്ലേ? പക്ഷേ അബ്രഹാം ഈസഹാക്കും അങ്ങനെ പോയില്ല. അവർ ആത്മാവിനനുസരിച്ചു. ആത്മാവ് കള്ളം പറയത്തില്ല. ചക്ക എങ്കിൽ എന്ത് ചെയ്യാ? എവൻ്റെ അകം അറിയണമെങ്കിൽ ദൈവത്തിന് മാത്രമേ. അബ്രഹാം അതുകൊണ്ട് ദൈവത്തിന് ഇട്ടുകൊടുത്തു. എലിയാസറെ കൂടെ അയച്ചിട്ടു. എന്നിട്ട് എന്താ പറഞ്ഞേ? എൻ്റെ ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അവിടെ വിടും.
എൻ്റെ മകനാകുന്ന ഇസഹാക്കിന് വേണ്ടിയ പെൺകുട്ടിയെ ദൈവം അവിടെ ഒരുക്കി നിർത്തും. നീ അവിടെ ചെല്ലുമ്പോൾ അവളെ കാണും. റിയലി അപ്പോൾ അതുപോലെ സംഭവിച്ചു. നിനക്ക് മനസ്സിലായോ? അതാ ഹല്ലേലൂയ. അവിടെ ചെന്നു, ലാബാൻ്റെ വീട്ടിൽ ചെന്നു. സ്ഥലമെല്ലാം കണ്ട് നിങ്ങൾക്ക് അറിയാം, കഥയെല്ലാം അറിയാം. അവിടെ ചെന്നു, പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ തന്നെ അവൾ അവനെ കണ്ടില്ല. നമ്മളാണെങ്കിൽ പറയും എങ്ങനെയുള്ളവരെ നോക്കട്ടെ, മീശ എങ്ങനെ ഇരിക്കുന്നു, കാത് എങ്ങനെ ഇരിക്കുന്നു, മൂക്ക് വളഞ്ഞിരിപ്പുണ്ടോ, മൂക്ക് പകുതിയുള്ള മൂക്കാണോ, അത് ഫുള്ളും ഉണ്ടോ, പുരികമുണ്ടോ നോക്കട്ടെ, ആ തലമുടി വല്ലതും ഉണ്ടോ നോക്കട്ടെ, ആ കണ്ണ് ശരിയാണോ നോക്കട്ടെ, മോൻ കാണുമ്പോൾ അറിയാം കുഴപ്പമുണ്ടോന്ന്, കാല് നോക്കട്ടെ, വളവ് വല്ലതും ഉണ്ടോ നോക്കട്ടെ, എന്നെക്കാളും പൊക്കം എത്ര ഉണ്ടോ നോക്കട്ടെ എന്നേ. ഇവളതൊന്നും ചോദിച്ചില്ല. അത് വായിക്കുമ്പോൾ അറിയാതെ കണ്ണ് നിറയും. ആത്മാവിനെ അനുസരിക്കാണ്ടിരിക്കുന്ന ഒരു ഇതാ. കാറ്റ് വചനത്തിനകത്തുണ്ട്, കാറ്റ് എങ്ങനെ ആത്മാവ് അതുപോലെയാ. ഇവളോട് ചോദിച്ചു, അപ്പൻ ചോദിച്ചു, നീ ഇതെല്ലാം കേട്ടോ, നീ ഇവനോട് കൂടെ പോകുന്നുവോ? അവൾ പറഞ്ഞു അതേ പോകുന്നു. അപ്പം ബന്ധുക്കൾ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് അവൾ പറഞ്ഞു ഇപ്പോഴേ. കണ്ടോ ആത്മാവിൻ്റെ ഒരുക്കം കണ്ടോ? ഇതാണ് അഭിഷേകം പ്രാപിച്ച മണവാട്ടി. ക്രിസ്തു യേശു വരുമ്പോൾ അടുത്ത ആഴ്ച വന്നാൽ എന്ന് പറയത്തില്ല, ഇപ്പൊ പോകാന്ന് പറയും. എന്തോ നമ്മളെന്തെന്ന് പറയും, കർത്താവ് ഇതാ വരുന്നു, ഇവിടെ വന്നെന്ന് പറഞ്ഞോ. ഇവിടെ സൗണ്ട് കേട്ടു, കാഹളം കേട്ടു, കർത്താവേ കാഹളം കൊണ്ട് തിരിച്ചു പോ. യേശുപ്പാ ഞാൻ പാവ ഏറ്റു പറഞ്ഞില്ല കർത്താവേ, ഞാൻ മണവാട്ടി ആയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വരുമോ എന്നായിരിക്കും നമ്മൾ ഓരോരുത്തരും. മണവാട്ടി പറയുന്നതെന്നറിയാമോ? അവർ പറഞ്ഞു ഒരാഴ്ച ബാല ഇവിടെ നിൽക്കട്ടെ, അങ്ങനെ തന്നെ കിടക്കുന്നു, ബാല ഇവിടെ നിൽക്കട്ടെ. അപ്പോഴാണ് അവൾ പറയുന്നത് ഇപ്പൊ പോകുന്നു. അതാ മണവാട്ടി എപ്പോഴും പറയും തിരിച്ചു പോകണ്ടപ്പാ, ഞാൻ ഇതാ വരുന്നു. ഓ നിനക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു ഒത്ത മണവാട്ടിയായിട്ട് മാറണം. ആത്മാവ് ഒരുക്കേണ്ടത് ഒരുക്കും. ഇവിടെ ആത്മാവ് ചെയ്യേണ്ടത് ശമൂവേലിലൂടെ ദൈവം ചെയ്തു. സ്തോത്രം. അടുത്ത വരി വായിച്ചേ. ശമൂവേൽ ശൗലിനോട് ദർശകൻ ഞാൻ തന്നെ എന്റെ കൂടെ പൂജാഗിരിക്ക് പോരുവേൻ. കണ്ടോ, ഇവൻ വന്നത് ആലോചന ചോദിക്കാൻ, ഇപ്പോ പോയത് പൂജാഗിരിക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അർത്ഥം എന്താ? നമ്മളെ പള്ളിയിൽ പ്രശ്നം മാറാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷെ പ്രശ്നം മാറാൻ വന്നവർ അനേകരെ അവരുടെ പേര് സ്വർഗത്തിലെത്തി. പ്രശ്നം മാറിയില്ല. ഞാൻ ഉള്ളതാ പറഞ്ഞ, അവർ പ്രാർത്ഥിച്ച പ്രശ്നം മാറിയില്ല. ആ പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞു ഒരുപാട് പേർക്ക്, 1-2 പേർക്കല്ല. പക്ഷേ അവർ വന്നത് പ്രശ്നം മാറാൻ. ഇപ്പം അവരുടെ പേരെവിടെ എഴുതി? പ്രതിസന്ധി മാറാനാണ്, പ്രതികൂലം മാറാനാണ് വന്നത്. പക്ഷെ ഇപ്പം അവരുടെ പേരെവിടെ എഴുതി? അവർ ക്രിസ്തുവിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത മണവാട്ടിയായി. കഴുത പോയത് വെറുതെ അല്ല. നിന്നെ പിടിക്കണമെങ്കിൽ കഴുത പോകണം. കഴുത നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നീ ഇറങ്ങത്തില്ല. ഹല്ലേലൂയ. നിനക്ക് സമയം കിട്ടത്തില്ല, പക്ഷെ കഴുത പോയാൽ നീ തിരക്കി ഇറങ്ങിയിരിക്കും. നിനക്ക് മനസ്സിലായോ? എന്തുണ്ടെങ്കിലും മാറ്റി നിർത്തി നീ തിരക്കി ഇറങ്ങിയിരിക്കും. പക്ഷെ എൻ്റെ ദൈവത്തിന് നിന്നെ ചിലത് ഏൽപ്പിക്കാനുണ്ട്. കഴുതയെ തരത്തില്ല, പക്ഷെ മറ്റ് ചിലത് എൻ്റെ ദൈവം തരും. ഹല്ലേലൂയ. കരവടിച്ചേ. വന്നത് കഴുതയെ തേടിയാ, പക്ഷെ ഇപ്പോൾ നിൽക്കുന്നത് പൂജാഗിരിക്ക് കൊണ്ടുപോകുകയാ. വന്നത് കഴുതയെ തേടി വന്നു, ദർശകന്റെ വീടെത്തി, ദർശകന്റെ വീട്ടിൽ ചെന്ന് മുട്ടി, ദർശകന്റെ വീടിനടുത്തെത്തി. അപ്പോൾ ഉണ്ട് അകത്തു നിന്ന് ഒരുവൻ പറയുകയാണ്. ആരോട്? സ്തോത്രം. ദർശകനോട് പറയുകയാണ്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മക്കളെ, മോൻ അവൻ വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മോൻ അവൻ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പൈതൽ വന്നിട്ടുണ്ട്. അവൻ വന്നത് മറ്റൊന്നിനാ, പക്ഷെ ഇന്ന് അവൻ ചിലത് കൊണ്ടുപോകും. ജീസസ്. ഹല്ലേലൂയ. വായിച്ച അടുത്ത വരി. എന്റെ കൂടെ പൂജാഗിരിക്ക് പോരുവേൻ. നിങ്ങൾ ഇന്ന് എന്നോട് കൂടെ ഭക്ഷണം കഴിക്കണം. കണ്ടോ, ദൈവം പറഞ്ഞു മോനെ, അവിടെ വരുമ്പോൾ അവർക്കും കൂടെ ഭക്ഷണം ഒരുക്കി വെക്കണം. അവർക്കും കൂടെ ഭക്ഷണം ഒരുക്കി വെക്കണം. സ്തോത്രം. ഇതാരറിഞ്ഞില്ല? ശൗലും അറിഞ്ഞില്ല. ഇന്ന് നിന്റെ ഭക്ഷണം ഒരുങ്ങിയിരിക്കുക, നീ അറിഞ്ഞില്ല. നീ അറിഞ്ഞോ? അപ്പം ചോദിക്കും, സിസ്റ്ററെ വയറു വശന്ന് വയ്യ, നിങ്ങൾ എന്തോന്ന് ഭക്ഷണം ഒരുക്കി വെച്ചെന്ന് പറഞ്ഞേ. സ്തോത്രം. സൂഖിയ മന്ന.
ആർക്കും എടുത്ത് മാറ്റാൻ പറ്റാത്ത, ആർക്കും അപകരിക്കാൻ പറ്റാത്ത, ആർക്കും തകർക്കാൻ പറ്റാത്തൊരു മന്ന, നശിച്ചു പോകാത്ത മന്ന, ഉയരങ്ങളിൽ എത്തിക്കുന്ന മന്ന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇവൻ ഭക്ഷണം കഴിക്കാനല്ല വന്നേ. ഇവൻ അവിടെ വന്ന് ഇവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാനൊന്നും അല്ല വന്നേ. ഇവൻ വന്നത് അപ്പൻ്റെ കഴുത എവിടെയെന്നറിയണം, അതിനെ പിടിക്കണം, കൊണ്ടുപോകണം, അത്രയേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി വേറെ. ഇന്ന് ഇതിനകത്ത് വന്ന പൈതൽ, നിന്റെ പദ്ധതി വേറെ ആയിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി വേറൊന്ന. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ പദ്ധതി ഒന്നായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി അതിന് മേലെ. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. നാളെ ഞാൻ നിന്നെ യാത്ര അയക്കാം, നിന്റെ ഹൃദയത്തിൽ ഉള്ളതൊക്കെയും. നോക്ക്, ഇന്നപ്പം ആരോട് കൂടെ? ഇന്നപ്പം ആരോട് കൂടെ? ഇവൻ ഇത് വിചാരിച്ചോ? നാളെ നിന്നെ യാത്ര അയക്കാം. ഒന്നുകൂടെ വായിച്ച വരി അകത്തിറങ്ങട്ടെ. നാളെ ഞാൻ നിന്നെ യാത്ര അയക്കാം, നാളെ ഞാൻ നിന്നെ യാത്ര അയക്കാം, നിന്റെ ഹൃദയത്തിൽ ഉള്ളതൊക്കെയും. പുതിയ നിയമത്തിനകത്ത് ഇതുപോലൊരു വാക്യമുണ്ട്, നിങ്ങൾക്ക് അറിയാം. അത് എടുക്കാൻ സമയമില്ല. ഞാൻ വേറൊരു വചനം പറയാനാണ് കൊണ്ടുവന്നത്. ഏതെന്നറിയാം? പറഞ്ഞുതരാം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിനകത്തുള്ള പത്രോസിൻ്റെ മരണം ഏത് വിധം. ഞാൻ അതാണ്. പക്ഷേ വന്ന് പറഞ്ഞത് കണ്ടോ വചനം ഏതെന്ന്? മനസ്സിലാവുന്നുണ്ടോ? കൊണ്ടുവന്ന ഏതാ? യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിനകത്ത് പത്രോസിൻ്റെ മരണം ഏത് വിധം ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് കൊണ്ട് വന്നത്. പക്ഷേ ഞാൻ കൊണ്ടുവന്നതിനെ അവിടെ മടക്കി വെച്ചിട്ടുണ്ട്, കർത്താവ് കൊണ്ടുവന്നതിനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. നിന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും. നിന്റെ ഹൃദയത്തിലുള്ളതൊക്കെ. അപ്പോൾ പുതിയ നിയമത്തിനകത്തൊരു വാക്യമുണ്ട്, അത് ഞാൻ പിടിക്കുന്നില്ല. വായിച്ചേ. പറഞ്ഞു തരാം. നിന്റെ ഹൃദയത്തിനകത്തുള്ളതെല്ലാം ഞാൻ എന്ത് ചെയ്യാം? ആരോട് പറയുക? ശൗലിനോട് പറയുക. ഹൃദയത്തിനകത്തുള്ളതെല്ലാം പറയാൻ ദൈവം അഭിഷേകം കൊടുത്തിട്ടുണ്ട്. അടുത്ത വരി. 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുതകളെ കുറിച്ച് ചിന്തിക്കേണ്ട. ഇവിടെ വന്ന് കഴുത കാണാൻ പോയെന്ന് പറഞ്ഞോ? നീ കഴുതയെ തേടി അയ്യോ ദൈവദാസനെ, പാസ്റ്ററെ, എനിക്ക് നിൽക്കാൻ സമയമില്ല, അല്ല നയമാൻ പറഞ്ഞ പോലെ ഒന്ന് ആട്ടി പോ എന്ന് പറഞ്ഞ് കുറ്റം മാറ്റുമെന്ന് കരുതി. ഈ മനുഷ്യൻ അങ്ങനെയൊന്നും അല്ല. ഇയാളൊന്നും ചോദിച്ചില്ല എൻ്റെ കഴുതയെ കാണാനില്ലെന്നൊന്നും, ഒന്നും പറഞ്ഞില്ല. പക്ഷെ അയാൾ ഹൃദയത്തിനകത്തിരിക്കുന്ന പറയുകയാണ്. ഒന്നുകൂടെ വായിച്ചേ. 3 ദിവസം മുമ്പേ കാണാതെ പോയ. എത്ര ദിവസം മുമ്പെന്ന്? ഭൃത്യനും 3 ദിവസത്തെ കാര്യം പറഞ്ഞില്ല, അപ്പനും 3 ദിവസം പറഞ്ഞില്ല, ശൗലും 3 ദിവസം. പക്ഷെ ദൈവത്തിനറിയാം എത്ര ദിവസമായെന്ന്. ഒരു നഷ്ടം വരുമ്പോൾ ദൈവത്തിനറിയാം എത്ര ദിവസം കൊണ്ട് അവിടെ നഷ്ടം വരാൻ തുടങ്ങി. എന്തുകൊണ്ട്? നഷ്ടം കഴുതകളാണെങ്കിലും നഷ്ടം അതല്ല. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പം അതിനാഴത്തിലങ്ങ് ഇറങ്ങട്ടെ. നമ്മുടെ വീട്ടിനകത്ത് ചില നഷ്ടം വരുമ്പോൾ നഷ്ടമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ നഷ്ടത്തിൻ്റെ അപ്പുറത്ത് വേറൊരു ഉദ്ദേശം. നഷ്ടം മാറാനാണ് നീ പള്ളിയിൽ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നീ പള്ളി വന്നു കഴിഞ്ഞാൽ അന്ന് നിന്നെ വിടത്തില്ല. എൻ്റെ അപ്പൻ്റെ സാന്നിധ്യത്തിനകത്ത്, കൃപയ്ക്കകത്ത്, അഭിഷേകത്തിനകത്ത്, ദൈവശക്തിക്കകത്ത്, ദൈവിക വരങ്ങൾക്കകത്ത്, ദൈവശബ്ദത്തിനകത്ത്, ആ കൃപാവരങ്ങൾക്കകത്ത് നിന്നെ പൊതിഞ്ഞ് അവിടെ ഇരുത്തും. എന്തിനെന്നറിയാമോ? മമ്മി ഭവിച്ച് കിടക്കുന്ന അതെല്ലാം പൊട്ടിച്ച് ചിറകുള്ളതാക്കി പറന്ന് കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറക്കാൻ തക്കതായൊരു ശക്തിയെ തരാൻ. ഹല്ലേലൂയ. അടുത്തവര് വായിച്ചേ. കാണാതെ പോയ കഴുതകളെ കുറിച്ച് ചിന്തിക്കേണ്ട. 3 ദിവസം മുമ്പ് കാണാതെ പോയ കഴുതകളെ കുറിച്ച് ചിന്തിക്കേണ്ട. അവയെ കണ്ടു കിട്ടിയിരിക്കുന്നു. കഴുത കണ്ടോ? ഇല്ല. ഇവിടെ പറയുന്ന കഴുതേ കണ്ട് കിട്ടി. അടുത്ത വരി. എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ. അവനോട് പറയുകയാണ്. അന്തം വിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റാൻ നിൽക്കുക. കാരണം ഇവിടെ കഴുതയുടെ കാര്യം പറഞ്ഞു, കിട്ടിയെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കഴുതേനെ ഇയാളൊന്നും കണ്ടില്ല. പക്ഷെ കിട്ടിയെന്ന് പ്രവാചകൻ ഒരക്ഷരം മിണ്ടുന്നില്ല. അടുത്ത് പറയുകയാണ്. ബാക്കി ഇപ്പൊ വായിച്ച വരി ഒന്ന് വായിച്ചേ. എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെ. എന്നാൽ ഇതുപോലെയാണ് ദൈവാത്മാവ് ആലോചന പറയുന്നത്. നമ്മളോട് ചിലതൊക്കെ ആത്മാവ് വ്യക്തമായിട്ട് വചനത്തിൽ കൂടെ ഇങ്ങനെ പെട്ടി ഉണ്ട പോലെ വന്ന് വീഴും. നമ്മളകത്ത് തളയ്ക്കും. ഇതിനകത്ത് ആരെങ്കിലും തളച്ചിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. സ്വത്രം
തളയ്ക്കേണ്ടവർക്ക് തളയ്ക്കും. വായിച്ചേ. എന്നാൽ ഇസ്രായേലിന്റെ അവിടെ 3000 പേർക്ക് വചനം കുത്തുകൊണ്ട് സ്നാനപ്പെട്ടു, കർത്താവിനോട് ചേർന്ന് നടന്നു അല്ലേ? 3000 പേർക്ക് കുത്തു കിട്ടി. ബാക്കിയുള്ളവരെല്ലാം കുത്തു കിട്ടാതെ അപ്പോസ്തലപ്രവൃത്തി 2 തിരിച്ചുപോയി അല്ലേ? 3000 പേർക്ക് കുത്തു കിട്ടി. കിട്ടേണ്ടവർക്ക് കിട്ടി. മുട്ട് കൊടുക്കേണ്ടവർ മുട്ട്, കുത്തു കിട്ടാതെ ആവശ്യമായിട്ട് പോകേണ്ടവർ പോയ. ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇതൊന്നും പേടിക്കേണ്ടെന്നേ, ഇതൊന്നും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് എസ്കേപ്പായി. മറ്റവർ മുട്ടുപടയും. അപ്പോൾ കിട്ടേണ്ടവർക്ക് എന്ത് ചെയ്യും? കിട്ടും. ഈ വചനത്തിലൂടെ കിട്ടും. അടുത്തവർ വായിച്ചേ. എന്നാൽ ഇസ്രായേലിന്റെ ആഗ്രഹമൊക്കെ ആരുടെ മേൽ? നോക്കിയേ, ഇവ അന്തം എടുത്തിക്കുക. എടാ, ഇസ്രായേലിന്റെ ആഗ്രഹം മുഴുവൻ ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ മേലും നിന്റെ സർവ്വ പിതൃഭവനത്തിന് മേലും അല്ലയോ എന്ന് പറഞ്ഞു. നിന്റെ പിതൃഭവനത്തിന്റെ മേലും അല്ലയോ എന്ന് പറഞ്ഞു. അടുത്തവര്. അതിന് ശൗൽ, അവന് മനസ്സിലായ എന്തോന്നാണെന്ന്. നമുക്കാണെങ്കിൽ പാസ്റ്റർ ഒന്നുകൂടെ പറയുമോ പാസ്റ്ററെ? ഒന്നുകൂടെ പറഞ്ഞിരുന്നു ചോദിക്കും. പക്ഷെ അയാൾക്ക് വെടിയുണ്ട പോലെ അങ്ങകത്തേറ്റും. അടുത്തവര് ചോദിച്ചേ. ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ, നോക്കി, അവൻ മനസ്സിലായി, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവൻ, ഏറ്റവും ചെറിയതായ ബെന്യാമിൻ ഗോത്രത്തിലുള്ളവനും എന്റെ കുടുംബം ബെന്യാമിൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിൽ വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ. എങ്ങനെയുള്ളത്? ഏറ്റവും ചെറിയതുമായിരിക്കെ. നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്ത് എന്ന് ഉത്തരം പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് പറയാനൊന്നും കാണൂല. പക്ഷേ യേശു ഉണ്ടെങ്കിൽ നീ ടെൻഷൻ അടിക്കല്ലേ, നീ തകർന്ന് ടെൻഷൻ അടിക്കല്ലേ. ടെൻഷൻ അടിച്ച തകർന്നു. നീ ക്രിസ്തുവിൽ സന്തോഷിക്കണം, ക്രിസ്തുവിൽ ആനന്ദിക്കണം. സ്വത്രം. ആ കാട്ടിനകത്ത് കിടന്ന ആർക്കും വേണ്ടെന്ന് ഒതുക്കിയവനെ ഗോലിയത്തിനെ കീഴടക്കാൻ ദൈവം പടക്കളത്തിലിറക്കി. അവൻ ആ കൊട്ടാരത്തിനകത്ത് രാജാവായി വാഴിച്ചു. ഇതിനകത്ത് നീ ഉറക്കം തൂങ്ങിയായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയാം, നിന്നെക്കുറിച്ച് ദൈവത്തിന് ചില ആലോചനകളുണ്ട്. നീ ഇതറിയുന്നുണ്ടോ? നീ ഇത് മനസ്സിലാക്കുന്നുണ്ടോ? നാളുകൾ കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ആലോചന പറഞ്ഞിട്ടും നിനക്കത് അംഗീകരിക്കാനോ മുട്ടുമടക്കാനോ കഴിയുന്നുണ്ടോ? നീ എന്തോന്ന് ആലോചന കേൾക്കുമ്പോൾ പറയുന്നത് എനിക്കുള്ളതല്ല, വേറെ ആർക്കോ ഉള്ളതാ, വേറെ ആൾക്കാരിരുന്നല്ലോ അവർക്കുള്ളതാ. അല്ല, നിനക്കുള്ളതായിരുന്നു. ഇന്നും നിനക്കുള്ള ആലോചന പലതും ഇതിനകത്ത് വന്നു. നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? സ്വത്രം. നീ അപ്പോൾ തിരിച്ചു പറയും, എൻ്റെ കുലം ചെറുതാ, ഞാൻ ഏതുമല്ല. സ്വത്രം. പക്ഷെ സാരമില്ല, ഏതുമല്ലാത്ത നിന്നിലൂടെയാണ് എൻ്റെ ദൈവത്തിന് ചിലത് ചെയ്യാൻ ആഗ്രഹം. ഏതുമല്ലെന്ന് പറയുന്ന, അപ്പ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയുന്ന നിന്നെ കർത്താവിന് ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. പക്ഷെ കൃപ തന്നത് വൃത്തമാകരുത്. കൃപ എന്ത് ചെയ്യില്ലേ? വൃതാവാക്കി കളയരുത്. അടുത്ത വാക്യം വായിച്ചേ. പിന്നെ ശമൂവേൽ ശൗലിനെയും അവന്റെ വൃത്തിനെയും കൂട്ടി വിരുന്നുശാലയിൽ കൊണ്ടുചെന്നു ക്ഷണിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് പ്രധാന സ്ഥലം കൊടുത്തു. എവിടെ ഇരുത്തി? ഇന്നലെ വരെ അവര് പുറത്തല്ലേ? ഈ അഭിഷേകമുള്ള ആൾക്കാരിരിക്കുന്ന അടുത്ത് ഇരുത്തണമെങ്കിൽ അങ്ങനെ ഉള്ളവരായിരിക്കണം. പാസ്റ്റർമാരിരിക്കുന്ന അടുത്തേ അപ്പുറത്തൊന്ന് വല്ലതും തരണമെന്ന് പറഞ്ഞ് വന്നവരിരുത്തു. പറ, നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ഒരു കല്യാണത്തിന് വന്നാൽ പോലും പ്രാർത്ഥിച്ച് ഒരുപാട് കാണുമെങ്കിലും പേരുകേട്ട പാസ്റ്റർമാരും മാറിക്കോടും അങ്ങോട്ട് കസേര മാറ്റിക്കൊടും. ബാക്കിയുള്ള എല്ലാത്തിനും ഓടിച്ചിട്ട് എന്ത് ചെയ്യും? ഇത്രയും അഭിഷേകം ഉള്ളവൻ്റെ അടുത്ത് കൊണ്ടങ്ങിരുത്തി. ദൈവത്തിൻ്റെ അതിനകത്ത് ചില മക്കളിലൂടെ പദ്ധതി ഉണ്ടെന്ന് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാം, നീ ഇന്നത്തെ ഇരിപ്പ് നോക്കണ്ട. നീ അപ്പനിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ വന്നത് മറ്റൊരു വിഷയത്തിനകത്തായിരിക്കാം. പക്ഷെ ഭോജനശാലയിൽ ഭോജനം ഒരുങ്ങിയിരിക്കുന്നു. നീ അത് ഭക്ഷിക്കുകയും ചെയ്യും, നീ അത് പാനം ചെയ്യുകയും ചെയ്യും. പക്ഷേ നീ ഭക്ഷിച്ചത് നഷ്ടമാകാതിരിക്കാൻ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ക്ഷണിക്കപ്പെട്ടവർ ഏകദേശം 30 പേരുണ്ടായിരുന്നു. വേറെ 30 പേര് അവരെ ക്ഷണിച്ചതാണ്. ഇത് ദൈവം ക്ഷണിച്ചവർ. ഈ രണ്ടുപേരും ക്ഷണിച്ചവര്, മറ്റവരോ ഇവരെ ക്ഷണിച്ചവര്. ഇതാരാ ക്ഷണിച്ചവര്? കണ്ടോ, അതിന് വ്യത്യാസമുണ്ട്. വായിച്ചേ. ശമൂവേൽ വെപ്പുകാരനോട് നിന്റെ പക്കൽ വച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. നോക്കിയേ, കറക്റ്റാ വായിച്ചേ. നിന്റെ പക്കൽ വെച്ച് കൊള്ളുക എന്ന് പറഞ്ഞു. ഞാൻ തന്നിട്ടുള്ള ഓഹരി എന്ന് പറഞ്ഞ്, ഞാൻ തന്നിട്ടുള്ള ഓഹരി. ആർക്ക് വേണ്ടിയുള്ള ഓഹരി? നേരത്തെ മാറ്റിക്കൊടു. നിങ്ങൾ വല്ല അറിഞ്ഞോ?
നിങ്ങൾക്കുള്ള ഓഹരി മാറ്റി വെച്ച് നിങ്ങളെല്ലാം അറിഞ്ഞ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് ഇല്ല. പക്ഷെ വന്നത് വേറൊരു വിഷയത്തിനാണ്. പക്ഷെ ഇനി തിരിച്ചു പോകുന്ന ഓഹരി പ്രാപിച്ച നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നുകൂടെ വായിച്ചേ. ശമൂവേൽ വെപ്പുകാരനോട് നിന്റെ പക്കൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടുള്ള ഓഹരി കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അടുത്ത വെപ്പുകാരൻ കൈക്കുറുകയും അതിന്മേൽ അത് കൈക്കുറുകും ഇതിന്മേൽ ഉള്ളതും ഏറ്റവും വിശിഷ്ട അതിഥികൾക്കേ അവർ കൊടുക്കുകയുള്ളൂ. അത് വേറെ ആർക്കും കൊടുക്കത്തില്ല. പക്ഷെ അത് കൊടുത്തത് ആർക്കാ? കഴുതയെ തേടി വന്ന ശൗലിനെ. നിങ്ങൾക്ക് മനസ്സിലായോ? വിശേഷപ്പെട്ട ദൈവം വച്ചിട്ടുണ്ട് ഇന്ന് തന്നയക്കാൻ, ശക്തിയേറിയ അഭിഷേകം തന്നയക്കാൻ. നീ വന്നത് മറ്റ് പല വിഷയങ്ങളോടെയാ. ഇന്ന് തിരിച്ചു പോകുന്നത് അതുകൊണ്ടല്ല, വ്യത്യസ്തമായ കൃപകൾ പ്രാപിച്ചു പോകാൻ അടുത്ത വരി വായിച്ചേ. കൈക്കുറുകും അതിന്മേൽ ഉള്ളതും കൊണ്ടുവന്ന് ശൗലിന്റെ മുമ്പിൽ വച്ചു. അടുത്ത നിനക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഇതാ. ആരാധന 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 അങ്ങേക്ക് ആരാധന. നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും കർത്താവ് വിളിച്ചു, മക്കളെ, നാളുകളായി നിനക്ക് വേണ്ടി ചിലത് സൂക്ഷിച്ചു വച്ചിരിക്കുക. ഇന്ന് ഉപവാസ പ്രാർത്ഥനയൊക്കെ നിന്റെ മേൽ കൈമാറും. അത് ഞാൻ സൂക്ഷിച്ച് നിന്റെ മേൽ. ആർക്കെങ്കിലും അകത്തിറങ്ങുന്നുണ്ടോ ഈ വചനം? നീ പ്രതീക്ഷിച്ചു വന്ന വേറെയാ. പക്ഷെ എൻ്റെ പ്രാണപ്രിയൻ നിനക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ച് ഒന്നുകൂടെ വായിച്ചേ വരി, ഒന്നുകൂടെ വായിച്ചേ. വെപ്പുകാരൻ കൈക്കുറകും അതിന്മേൽ ഉള്ളതും കൊണ്ടുവന്ന് ശൗലിന്റെ മുമ്പിൽ വച്ചു. നിനക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഇതാ, തിന്നുകൊള്ളുക. പന്തിക്കിരുത്തുന്നൊരു ദൈവമുണ്ട്. ഇന്ന് നീ ഏറ്റവും പുറത്തായിരിക്കും. ഇന്ന് നീ ഏവരുടെ മുമ്പിൽ തള്ളപ്പെട്ട് ആരാധിക്കും. പക്ഷെ നീ അപ്പച്ചൻ്റെ മുൻപിൽ വിശ്വസ്തതയോടെ വീണാൽ അപ്പൻ നിന്നെ തള്ളിക്കളയത്തില്ല. അപ്പൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. ശത്രു നിന്റെ മുൻപിൽ നിന്നെ തകർക്കത്തില്ല. അവൻ നിന്റെ കണ്ണിൻ്റെ മുൻപിൽ തകർന്ന് തരിപ്പണമാകും നിന്റെ കണ്ണാലെ കാണും. ഹല്ലേലൂയ. യേശു മാറാത്ത ദൈവം അത്രേ. വായിച്ചേ അടുത്ത വരി. ഞാൻ ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് ഇത് ഉത്സവത്തിന് വേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ശമൂവേൽ പറഞ്ഞു. ആർക്കായി? വന്നതെന്തിനാ? ദൈവം ഇവിടെ വിട്ടതെന്തിനാ? ഒരു കാര്യം സൂക്ഷിച്ചു വെച്ചിട്ടാണ് കഴുതയെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ട് കഴുതയെ തേടി വിട്ടത്. മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സ്നേഹിതരെ. ദൈവം ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ ദാതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ ദാതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വന്നത് പന്തിക്കിരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നിനുമല്ല. പക്ഷേ കഴുതയെ തേടി വന്ന സ്ഥാനത്ത് ദൈവം ചിലതെല്ലാം ഒരുക്കി മാറ്റി വച്ചിരുന്നു. നിനക്ക് വേണ്ടി മാറ്റി ചിലത്. മനസ്സിലായോ? എങ്ങനെ? നിനക്ക് വേണ്ടി മാത്രം അപ്പൻ മാറ്റി വച്ചിട്ടുണ്ട് തന്നയക്കാൻ. നിനക്ക് മനസ്സിലായോ? അപ്പച്ചെടുത്ത് മാറ്റിയിട്ട് നിനക്ക് തന്നയക്കാൻ വച്ചിട്ടുണ്ട്. നീ വന്നത് വ്യത്യസ്തമായ വിഷയത്തോടായിരിക്കാം. പക്ഷെ അപ്പച്ചന് പ്രിയപ്പെട്ട് നിനക്ക് തരാൻ എന്താണോ ഒരുക്കിയത് അത് ദിവസങ്ങൾക്ക് മുമ്പേ മാറ്റി വെച്ചിരിക്കുക. ഒന്നുകൂടെ വായിച്ചാ വരി.
ഞാൻ ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉത്സവത്തിന് വേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ശമൂവേൽ പറഞ്ഞു. അങ്ങനെ ശൗൽ അന്ന് ശമൂവേലിനോട് കൂടെ ഭക്ഷണം കഴിച്ചു. അവർ പൂജാഗിരിയിൽ നിന്ന് പട്ടണത്തിലേക്ക് ഇറങ്ങി വന്ന ശേഷം അവൻ വീട്ടിന്റെ മുകളിൽ വെച്ച് ശൗലുമായി സംസാരിച്ചു. അവർ അതികാലത്ത് അരുണോദയത്തെങ്കിൽ എഴുന്നേറ്റ് ശമൂവേൽ മുകളിൽ നിന്ന് ശൗലിനെ വിളിച്ചു, എഴുന്നേൽക്ക, ഞാൻ നിന്നെ യാത്ര അയക്കാം എന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റു. അവർ രണ്ടുപേരും അവനും ശമൂവേലും തന്നെ വെളിയിലേക്ക് പുറപ്പെട്ടു. പട്ടണത്തിന്റെ അറ്റത്ത് എത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറക. കണ്ടോ, ഭൃത്യൻ വന്നതും എന്തെങ്കിലും അവിടെ കാഴ്ച വയ്ക്കാൻ കൊണ്ടുവന്നതൊക്കെ ശരി തന്നെ, പക്ഷെ കൊടുക്കേണ്ടവന് ദൈവം കൊടുക്കും. ശൗലിന് വേണ്ടി ആലോചന പറഞ്ഞു കൊടുത്താൽ ഭൃത്യനല്ലേ പറഞ്ഞു അവിടെ ഒരു ദൈവ മനുഷ്യൻ. പക്ഷെ സത്യത്തിൽ അയാൾക്കല്ല വല്ലതും കിട്ടേണ്ടേ, അല്ലെങ്കിൽ രണ്ടുപേർക്കും കിട്ടണ്ടേ? ഇപ്പം അയാൾക്കല്ല കിട്ടിയത് ആർക്ക്? അയാളോട് എന്ത് പറയാൻ? ഒന്നുകൂടെ വായിച്ചേ. പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറക. അനേകർ നമ്മളെ പള്ളിയിൽ അനേകരെ കൊണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അവരാരും ഇപ്പം അനേകരെ നമ്മളെ ചർച്ചിൽ അനേകരെ കൊണ്ടാക്കി. അവരും വന്നു 2 ദിവസം, കുറച്ച് ദിവസം. ഇപ്പം അവരില്ല. അവർ കൊണ്ട് ഇട്ടവരെ ദൈവം തൊട്ടു. മനസ്സിലായോ? ഇങ്ങനെ ഒരു ആരാധന ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നവരിപ്പോൾ ഇല്ല. പക്ഷെ അവർ കൊണ്ടിട്ട ചില ആൾക്കാരെന്ത് ചെയ്തു? ക്രിസ്തുവിലായി. ഇപ്പം ഇവിടെ ആരോടാ പറഞ്ഞത്? ഭൃത്യനെ മാറ്റാൻ. ഒന്നുകൂടെ വായിച്ചേ. പട്ടണത്തിന്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നു പോകുവാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന്. ഭൃത്യനോടൊപ്പം അല്ല നിന്നോട് അരുളപ്പാട് അറിയിക്കുന്നത്, ഭൃത്യനെ മാറ്റി നിർത്തിയിട്ട് നിന്നോട് പറയാനുള്ളത് ഒറ്റയ്ക്ക് നിർത്തി നിന്നെ വേർതിരിച്ച് വച്ച് സംസാരിക്കുന്നൊരു ദൈവമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. നിന്നെ വേർതിരിച്ച് ചിലയിടത്തുനിന്ന് മാറ്റി നിന്നെ ചിലയിടത്തുനിന്ന് കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിന്നോടുള്ള ആലോചന, നിന്നോടുള്ള ദൂത്, നിന്നോട് സംസാരിക്കാനുള്ളത് എൻ്റെ ദൈവം നിന്നോട് വ്യക്തമായും സ്പഷ്ടമായും സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ മനസ്സിലായി? അയാളുടെ കൂട്ടത്തിൽ വെച്ചോട് ഒന്നുകൂടെ വായിച്ചേ. ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ചു. സംസാരിക്കുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്തു? നാളുകൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ് വേർതിരിച്ച് വെച്ചിരുന്ന അഭിഷേക തൈലമെടുത്തു അവൻ്റെ തലയിൽ ഒഴിച്ചു. മറ്റേ ആൾ കണ്ടില്ല. മനസ്സിലായോ? നിന്റെ മേലൊരു തൈലമുണ്ട്. അനേകർ കാണാത്തൊരു തൈലം നിന്റെ മേലുണ്ട്, നിന്റെ അകത്തുണ്ട്. നീ ധൈര്യത്തോടെ മുന്നോട്ട് പോകാ. നിന്റെ അകത്തൊരു തൈലമുണ്ട്. വായിച്ച ഒന്നൂടെ. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്തു? ചുംബിച്ചു. ഒരു അഭിഷേകമുള്ളവൻ ചുംബിക്കുന്ന എന്താ അർത്ഥം? അത് വേറെ സഹോദരങ്ങളെ. അഭിഷേകമുള്ളവരുടെ ചുംബനം അത് വേറെ. നമ്മൾ ചുംബനത്തിന് ഓടണമെന്നല്ല. ഇതൊന്നും തെറ്റിദ്ധരിക്കല്ലേ. എൻ്റെ കർത്താവേ, അയാൾ ചുംബിച്ചു. ഒന്നുകൂടെ വായിച്ച വരി. അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. തന്റെ അവകാശത്തിന്. എന്തിനു വേണ്ടി അഭിഷേകം ചെയ്ത്? അവകാശത്തിന് പ്രഭു. നിനകത്ത് സ്വർഗീയ അവകാശങ്ങൾക്കും നിന്റെ മേൽ ചിലത് കൈമാറാൻ എൻ്റെ അപ്പൻ വന്നിട്ടുണ്ട് കേട്ടോ. സ്വർഗത്തിലെ അപ്പൻ്റെ അവകാശങ്ങൾക്ക്, സ്വർഗത്തിലെ കൃപകളെ തരാൻ, സ്വർഗത്തിലെ ശക്തിയെ തരാൻ, സ്വർഗത്തിലെ വരങ്ങളെ തരാൻ, സ്വർഗത്തിലെ കൃപകളെ തരാൻ, ഈ ഭൂമിയിൽ ജഡികമായിട്ടുള്ള സകലത്തെയും പൊളിച്ചുകൊണ്ട് ആത്മീക കണ്ണുകൾ തുറന്ന് എൻ്റെ അപ്പനെ ഒന്ന് കാണാൻ, അപ്പൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ, ആ സാന്നിധ്യം ഒന്ന് അറിയാൻ, ഈ ഭൂമിയിൽ ചിലതൊക്കെ പൊളിച്ച് മാറ്റിക്കളയാൻ. തന്റെ അവകാശത്തിന് പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ ബെന്യാമീന്റെ അതിരിങ്കലെ സിൽസഹയിൽ റാഹേലിന്റെ കല്ലറയ്ക്കരികെ വെച്ച് രണ്ടാളെ കാണും. നീ
അന്വേഷിപ്പാൻ പുറപ്പെട്ടു പോന്ന കഴുതകളെ കണ്ടു കിട്ടിയിരിക്കുന്നു. നിന്റെ അപ്പൻ കഴുതയെ കുറിച്ചുള്ള ചിന്ത വിട്ട് എന്റെ മകനു വേണ്ടി ഞാൻ എന്തു ചെയ്യേണ്ടു എന്ന് പറഞ്ഞ് നിങ്ങളെ കുറിച്ച് വിഷാദിച്ചിരിക്കുന്നു എന്ന് അവർ നിന്നോട് പറയും. അവിടെ നിന്ന് നീ മുമ്പോട്ട് ചെന്ന് താബോറിലെ കരുവേലകത്തിനരികെ എത്തുമ്പോൾ ഒരുത്തൻ 3 ആട്ടിൻകുട്ടിയെയും വേറൊരുത്തൻ 3 അപ്പവും. നിങ്ങൾ നോക്കിയേ, കണ്ണ് തുറന്ന് സംസാരിക്കുമ്പോഴും അകം കണ്ണ് തുറന്ന് കാണുകയാണ്. കണ്ടോ കൃപ? കണ്ടോ ആ മനുഷ്യന് ദൈവം കൊടുത്ത വരം? കണ്ടോ? സാധാരണ വരമാണോ? കുഞ്ഞുനാളിലെ പെട്ടകത്തിൻ്റെ ചുവട്ടി കിടന്ന് പ്രാപിച്ച ദൈവശക്തി. വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി നിന്നാൽ നമ്മൾ ചോദിക്കാതെ തന്നെ ദൈവം നമ്മളെ നിറച്ചുകൊണ്ടിരിക്കും. അതത് സമയത്ത് ഓരോ കാര്യങ്ങൾ ഇടപെട്ട് സംസാരിക്കാൻ ഈ ദൈവം വിശ്വസ്തനാണ് പൈതലേ. അടുത്ത് അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ 9-ാം വാക്യം 10:9 വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അവൻ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ഇപ്പം എന്ത് കൊടുത്തു? അഭിഷേകം കൊടുത്തു, പന്തിക്കിരുത്തി, അവനുള്ള ആലോചന കൊടുത്തു, വേറൊരു ഹൃദയം കൊടുത്തു. സ്വത്രം 11-ാം വാക്യം വായിച്ചേ. അവനെ 10-ാം വാക്യം. അവർ അവിടെ ഗിരിയിങ്കൽ എത്തിയപ്പോൾ ഒരു പ്രവാചകഗണം ഇതാ അവനെ എതിരെ വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് അവന്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. അവനെ മുമ്പേ അറിഞ്ഞവരൊക്കെയും അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ കീസിന്റെ മകൻ എന്ത് സംഭവിച്ചു? കീസിന്റെ, നിങ്ങളുടെ അപ്പൻ്റെ പേര് ചിന്തിച്ചോ? ഇന്ന് വരെ നീ ഒന്നും ഇല്ലാതിരിക്കുകയായിരിക്കാം, കൃപയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ അടുത്ത് വന്നായിരിക്കാം. പക്ഷെ ഇന്ന് നീ പ്രതീക്ഷിക്കാത്ത ഒന്ന് ദൈവം കൈമാറാൻ പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. അതിലെഴുതിയിരിക്കുന്നു, കീസിൻ്റെ മകൻ എന്ത് സംഭവിച്ചു? ശൗലും പ്രവാചകന്മാരുടെ കൂട്ടത്തിലായോ എന്ന് ജനം തമ്മിൽ തമ്മിൽ പറഞ്ഞു. നീ ഒരു അശുദ്ധനെന്നല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളൊരു പൈതലെന്ന്. മനസ്സിലാവുന്ന നൃത്തം പോകുക. ക്രിസ്തുവിൻ്റെ കൃപയുള്ളൊരു പൈതലെന്ന്, ക്രിസ്തുവിൻ്റെ അഭിഷേകമുള്ളൊരു പൈതലെന്ന്, ക്രിസ്തുവിൻ്റെ കൃപാവരമുള്ളൊരു പൈതലെന്ന്. നിന്നെ ഇതുവരെ നിന്ദിച്ച എല്ലായിടത്തും കർത്താവ് നിന്നെ കാണാൻ പോകുകയാ. നീ വന്നത് മറ്റൊരു വിഷയത്തോടായിരിക്കാം, എന്നാൽ ഈ ആരാധന കഴിഞ്ഞ് നിങ്ങൾ പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത മറ്റൊന്ന് ദൈവം ഒതുക്കി വച്ചിരിക്കുന്നു, തന്നിട്ടേ വിടും. അത് പ്രാപിക്കാൻ എത്രർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ.